അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വ്യായാമവും അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണവും. അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാനേജ്മെന്റിൽ, അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാനേജ്മെന്റ് മാത്രമല്ല, ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാണ്ടിരിക്കാനും നമുക്ക് അതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതും, അതുപോലെ തന്നെ ആം, നമ്മുടെ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ടുള്ള സെഡൻഡറി ലൈഫിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ആക്ടിവിറ്റി ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് എൻ്റെ സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ട്. കാണാനല്ലേ, സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഇത് നമ്മുടെ സെഡൻഡറി ലൈഫ് എന്ന് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ മിക്ക ആൾക്കാരുടെ ആക്ടിവിറ്റി കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആൾക്കാർക്ക് ആക്ടിവിറ്റി ഇല്ല എന്ന് തന്നെ പറയാം. ഒരുവിധം ജോലികളൊക്കെ ഇപ്പോൾ ഓട്ടോമേറ്റഡ് ആണ്. ഒരുവിധം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. പണ്ട് കാലത്തൊക്കെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ആൾക്കാർ കൂടുതലും ഇരുന്നിട്ടുള്ള ജോലിയാണ് ഇപ്പോൾ ഉള്ളത്. അത് നമ്മുടെ ഒരു അഡ്വാൻസ്മെന്റ് എന്ന് പറയാം, പ്രോഗ്രഷൻ ആണ്. പക്ഷേ നമ്മുടെ ഫിസിക്കലി അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തെ പഠനങ്ങളൊക്കെ പറയുന്നത് സെഡൻഡറി ലൈഫ് ബിഗ്ഗസ്റ്റ് റിസ്ക് ഫാക്ടർ, അതായത് നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്നും, അതുപോലെ സ്മോക്കിംഗ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് സെഡൻഡറി ലൈഫ് ആണ് ഈ സ്മോക്കിംഗ് പോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഭീഷണിയായിട്ടുള്ള ഒരു സംഗതി എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഈ ഒരു സെഡൻഡറി ലൈഫ് എന്ന് പറയുന്നത് അത് എങ്ങനെയെന്ന് വെച്ചാൽ അതിനെങ്ങനെ ഡെഫിനിഷൻ പറയാന്ന് പറഞ്ഞാല്, കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മള് കഴിഞ്ഞ 3 മാസമായിട്ട് ആഴ്ചയിൽ 3 ദിവസം 30 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഹാർട്ട് ബീറ്റ് ഉയരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ശരീരം നന്നായിട്ട് അനങ്ങുന്ന രീതിയിൽ, വിയർക്കുന്ന രീതിയിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ടോട്ടൽ 150 മിനിറ്റ് വേണം. അതാണ് നമ്മൾ പറയുന്നത് 150 മിനിറ്റ് പെർ വീക്ക്. കഴിഞ്ഞ 3 മാസമായിട്ട് ആഴ്ചയിൽ 3 ദിവസം 30 മിനിറ്റ് വെച്ചിട്ട് ദിവസവും ആഴ്ചയിൽ 150 മിനിറ്റ് എത്തുന്ന രീതിയിലെങ്കിലും ഒരു ശരീരം അനങ്ങുന്ന ഒരു ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെഡൻഡറി ലൈഫിലാണെന്ന് പറയാം. ഈ സെഡൻഡറി ലൈഫ് ഇപ്പോൾ നമ്മൾ പല ആൾക്കാരും വിചാരിക്കും ഞാൻ നടക്കുന്നുണ്ടല്ലോ, ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പ്രോപ്പറായിട്ട് നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ എല്ലാ ആക്റ്റീവായ ഒരാളെന്ന് പറയുന്നത് ആഴ്ചയിൽ 150 മിനിറ്റ് എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ എന്ത് ചെയ്യണം, ആക്ടിവിറ്റി ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അത് എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? തമ്പ് ഇടാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ലാസ്റ്റ് ഒരു സമയം തരുന്നുണ്ട്, നമുക്ക് ചെറിയ ക്വസ്റ്റ്യൻ സെക്ഷൻ ആയിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാനേജ്മെന്റും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനം പറയുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള കാരണം എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വന്നു. പണ്ടത്തെ കാലത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മള് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം പണ്ടൊക്കെ നമ്മൾ കടയിൽ പോകാൻ പോലും നടക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ ഫുള്ള് വണ്ടിയിലാണ്, സ്കൂട്ടറിൽ കയറിയിട്ട് പോയിട്ട് ഒരു 10 മിനിറ്റ് അപ്പുറത്തുള്ള കടലിൽ പോയിട്ട് സാധനം മേടിക്കാൻ പോവാണ്. ഒന്നും നമ്മളൊരു ശരീരം അനങ്ങുന്ന രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല. അതാണ് ഇവിടെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ആൾക്കാരും, നമ്മളെന്നല്ല ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം തന്നെ ഈ ഒരു ആക്ടിവിറ്റി ഇല്ലാത്ത പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഈ സെഡൻഡറി ലൈഫ് എന്ന് പറയുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പൊ അതില് ഇപ്പൊ ജീവിതശൈലി രോഗങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രമേഹം ആയിക്കോട്ടെ, ബ്ലഡ് പ്രഷർ ബി പി ആയിക്കോട്ടെ, കൊളസ്ട്രോള്, ഇനിയിപ്പോ സ്ത്രീകൾക്കാണെങ്കിൽ PCOD അല്ലെങ്കിൽ PCOS, അമിതവണ്ണം ശരിക്കും പറയുന്നത് നമ്മുടെ ആക്ടിവിറ്റി ഇല്ലാത്ത കാരണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പണ്ട് കാലത്തൊക്കെ നല്ല രീതിയിൽ ഒരു മെലിഞ്ഞ ആൾക്കാരൊക്കെ ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് വണ്ണം കൂടി ഒബീസിറ്റി ഒക്കെ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്ടിവിറ്റി കുറയുന്നതും, നമ്മൾ
ഒരുപാട് ഭക്ഷണ രീതികളൊക്കെ മാറ്റം വരുന്നതിനെ കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സംഗതി എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ റിസ്ക് ഫാക്ടർ, സെഡൻഡറി ലൈഫ് എന്ന റിസ്ക് ഫാക്ടർ ഓവർകം ചെയ്യാൻ പറ്റും, അതുപോലെ ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം പല ആൾക്കാർ, ഇപ്പം ഇവിടെ വന്ന ആൾക്കാർ എല്ലാവർക്കും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിട്ടല്ല, പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഈ ഒരു പ്രശ്നം, ഈ സെഡൻഡറി ലൈഫ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കാൻ വളരെ ഒരു കാരണമായിട്ടുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ കാലത്ത് പല ജീവിതശൈലി രോഗങ്ങൾക്കും ഇപ്പൊ ചെറു പ്രായത്തിലെ ആൾക്കാർക്കൊക്കെ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക്, അതുപോലെ തന്നെ ഈ ഹൈപ്പർ ടെൻഷൻ ഒക്കെ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരു കാരണമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഫുഡ് സ്റ്റൈലും, നമുക്ക് കലോറി കൂടുതൽ നമ്മൾ കഴിക്കുന്നുണ്ട്, പക്ഷെ കലോറി നമ്മൾ ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല, എക്സ്പെൻഡിച്ചർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. ഇപ്പം ഈ സെഡൻഡറി ലൈഫ് നമ്മളിപ്പോ ശരിക്കും ഈ ഈ അനങ്ങാത്തത് ജീവിതം, നമ്മൾ ശരീരം അനങ്ങാത്ത ഇത് ശരിക്കും നമ്മൾ ഒരു ഒബീസിറ്റി പോലുള്ള ഒരു റിസ്ക് ഫാക്ടർ ആയിട്ടാണ് സയൻസ് കണക്കാക്കുന്നത്. അതായത് ഭയങ്കര തടിയുള്ള ഒരാൾക്കുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ശരീരം അനങ്ങാത്ത ആൾക്കാർക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസോ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാത്ത ആൾക്കാർക്കും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്ക് ഈ സെഡൻഡറി ലൈഫ് എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളതും, അതുപോലെ ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് വരാണ്ടിരിക്കാനും, അതുപോലെ അത് ഉള്ള ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാനും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ പല ആൾക്കാർ നമ്മൾ വിചാരിക്കും, എനിക്ക് ഇപ്പൊ ഇങ്ങനെ ജീവിതശൈലി രോഗങ്ങൾക്കൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. ഇതിൽ വേറെ വിഷയമുണ്ട്. ഇപ്പൊ നമുക്ക് മിക്ക ആൾക്കാർക്ക്, നമ്മുടെ പാരന്റ്സിനൊക്കെ നോക്കുകയാണെങ്കിൽ, ആർക്കെങ്കിലും ഒക്കെ ജീവിതശൈലി രോഗം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മക്കോ എന്തെങ്കിലും ഇതുപോലത്തെ ബന്ധപ്പെട്ട ബി പിയോ ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള സാധ്യത 20% ഉണ്ടെന്നുള്ളതാണ് പാരമ്പര്യമായിട്ട് തന്നെ. ബാക്കി 80% നമ്മുടെ കയ്യിലാണ്. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എന്റെ മദറിന് ഡയബറ്റിക് ആണ്. ആ കാരണം കൊണ്ട് എനിക്കത് എന്ത് ചെയ്യണം, എനിക്കത് ശ്രദ്ധിക്കണം. ആ രീതിയിൽ, അതിന്റെ രീതിയിൽ പ്രിവെൻഷനും കാര്യങ്ങളും ഞാനിപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഏറ്റവും എന്നെ സംബന്ധിച്ച് ശ്രദ്ധിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ ബാക്കിയുള്ള ഈ നമ്മുടെ പിന്നെ പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുള്ള ആൾക്കാരൊക്കെ അതിപ്പോഴേ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണ്ട രീതിയിലെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് മരുന്നില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഒരു വലിയ, നമ്മൾ നമ്മൾ പറയാൻ പോകുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 150 മിനിറ്റ് നമ്മൾ ആഴ്ചയിൽ നമുക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. ആഴ്ചയിൽ 150 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അത് ഏറ്റവും ചുരുങ്ങിയതാ പറയുന്നത് കേട്ടോ. നമ്മൾ അത്രയും കൂടാതെ 300 മിനിറ്റ് ആഴ്ച, ദിവസം 1 മണിക്കൂർ വെച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾക്ക് നമ്മൾ മാറി നിൽക്കാൻ വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ തടയാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 150 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. അത് അതില് നമുക്ക് ഹൃദയത്തിന്റെ വ്യായാമങ്ങൾക്കായിട്ടുള്ള വാക്കിംഗ്, ജോഗിങ്, സൈക്ലിംഗ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ പേശികൾ സ്ട്രെങ്തൻ ചെയ്യാനുള്ള വെയിറ്റ് ട്രെയിനിങ്, അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ്, അല്ലെങ്കിൽ ജിമ്മ് പോലത്തെ കാര്യങ്ങൾ ചെയ്യാം. ഫ്ലെക്സിബിലിറ്റി കൂട്ടാനുള്ള, മെയ്വഴക്കം കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലാസ്റ്റ് പറയും, എങ്ങനെ ചെയ്യണം, എത്ര എത്ര വെച്ച് ചെയ്യണമെന്ന കാര്യങ്ങളൊക്കെ എക്സസൈസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും. ഓക്കെ. അപ്പോൾ അടുത്തത്, ഇപ്പം എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ നമുക്ക് കാര്യമായിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഡയബറ്റീസ് ആണ്, പിന്നെ BP, ഡിസ്ലിപ്പിഡിമിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊളസ്ട്രോളിന്റെ കാര്യത്തിൽ, കൊളസ്ട്രോൾ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. കൊളസ്ട്രോളിനേക്കാളും പ്രധാനം, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഡിസ്ലിപ്പിഡിമിയ എന്ന കണ്ടീഷനാണ്. അതായത് നമുക്ക് HDL, ഇപ്പൊ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുമ്പോൾ അതിൽ ചില ആൾക്കാർക്ക് കൊളസ്ട്രോള് കൂടുതൽ, അതുപോലെ HDL, നല്ല കൊളസ്ട്രോൾ ആയിട്ട് HDL കുറവായിരിക്കും, ട്രൈഗ്ലിസറൈഡ് കൂടുതലായിരിക്കും, അതുപോലെ LDL, ചീത്ത കൊളസ്ട്രോൾ കൂടുതലായിരിക്കും. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഡിസ്ലിപ്പിഡിമിയ എന്ന് പറയാം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഒരു എക്സസൈസും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതിയോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനൊന്നും മരുന്നിന്റെ ആവശ്യമില്ല, ഡിസ്ലിപ്പിഡിമിയ കണ്ടീഷൻ ഒന്നും. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, അത് ശരിക്കും ഡിസ്ലിപ്പിഡിമിയ എന്നാണ് പറയുന്നത്. ആ ഒരു കൊളസ്ട്രോൾ മാത്രം ഇച്ചിരി കൂടുതലാണെന്ന് വെച്ചാൽ വലിയ വിഷയമൊന്നുമില്ല, കാരണം കൊളസ്ട്രോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനമാണ്. പക്ഷേ അവിടെ പ്രശ്നം വരുന്നത് നല്ല കൊളസ്ട്രോൾ കുറവും ചീത്ത കൊളസ്ട്രോൾ കൂടുതലും, അതുപോലെ ട്രൈഗ്ലിസറൈഡ് കൂടുതലുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഹൃദയരോഗങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന അവസ്ഥ. അത് നമ്മുടെ രക്തക്കുഴലിലൊക്കെ അടിഞ്ഞുകൂടിയിട്ട് അത്തിഗിരോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും. ഇത് നമുക്ക് സ്ട്രോക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ കാരണമാവാൻ സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ ഈ കൊളസ്ട്രോൾ കണ്ടുകൊടുക്കുന്ന ആൾക്കാർ മരുന്നൊക്കെ കഴിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ
ഈ ഹൃദയ സംബന്ധമായ അസുഖമില്ലാത്ത ആൾക്കാർ കൊളസ്ട്രോൾ കണ്ടുകൊണ്ട് തന്നെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാമും ഡയറ്റും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പെട്ടെന്ന് നോർമലാക്കി എടുക്കാൻ പറ്റും. അത് ഏറ്റവും നോർമലാക്കി എടുക്കാൻ പറ്റുന്ന സംഭവമാണ്. ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് നമുക്ക് വലിയ മരുന്നില്ലാണ്ട് തന്നെ നമുക്ക് നോർമലാക്കി എടുക്കാൻ പറ്റുന്ന സാധനമാണ് ഈ കൊളസ്ട്രോൾ, ഡിസ്ലിപ്രീമ എന്ന് പറയുന്നത്. ഡയബറ്റീസും ബി പി ഒക്കെ ആണെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രീ ഡയബറ്റിക്കും പ്രീ ഹൈപ്പർ ടെൻഷനും ഇല്ലാത്ത കണ്ടീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് വേണ്ടി വരും, നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ ഈ കണ്ടീഷനിൽ ഡിസ്ലിപ്പിഡിയം ഒക്കെ ആണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇതാണ് നമ്മുടെ കലോറി കൂടുതൽ ഫുഡ് കഴിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ കോഴിക്കോടിന് ഇഷ്ടം പോലെ റെസ്റ്റോറൻ്റ് ആണ്. അത് നമുക്ക് പല രീതിയിലുള്ള റീൽസൊക്കെ കണ്ട് നമ്മൾ പോയിട്ട് കഴിക്കാൻ പോവാണ്. പക്ഷെ അത് കഴിക്കൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, അത് പുറത്ത് കളയുള്ള സംഗതി നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കാണുന്ന പല രീതിയിൽ നമ്മൾ പല ആകസ്മിക വിചാരിക്കേണ്ട പല മരണങ്ങളൊക്കെ കാരണം എന്ന് പറഞ്ഞാല് ഇത് ഹൈ കലോറി ഇൻടേക്ക് ആണ്, പക്ഷെ എക്സ്പെൻഡിച്ചർ ഇല്ല. ശരീരം അനങ്ങുന്നില്ല, ഈ കലോറി കയറ്റുന്നുണ്ട്. ഈ ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഊർജം കിട്ടാനാണ്. ഊർജം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാനാണ്, പ്രവർത്തനങ്ങൾ ചെയ്യാനാണ്. അപ്പോൾ ഊർജം നമ്മൾ മാക്സിമം സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ പ്രവർത്തനങ്ങൾ ചെയ്യാത്ത കാരണം കൊണ്ടാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലത്തെ പല പ്രശ്നങ്ങളും വരുന്നത്. അപ്പൊ അതിന് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷൻ, 150 മിനിറ്റ് നമ്മുടെ ശരീരം അനങ്ങുക, അതുപോലെ നല്ലൊരു ഭയങ്കരമായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊന്നും വേണ്ട, പകരം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതി പിന്തുടരുക. നമ്മുടെ വീട്ടിലെ ഭക്ഷണം കറക്റ്റ് ആയിട്ട് ഒരു കറക്റ്റ് കാർബ്സ് പ്രോട്ടീൻ ഒക്കെ കിട്ടുന്ന രീതിയിലോട്ട് മാറ്റാം. അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഈ അടുത്ത ഇതിൽ പറയും. അപ്പൊ ആദ്യം നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയബറ്റീസ് ആണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ ടോപ്പിക് അതിനെ കൊണ്ട് അതിൽ ഒരു മെയിൻ വിഷയം അതിനെ കൊണ്ട് നമുക്ക് ജീവിതശൈലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പൊ അത് ഉണ്ടാവാണ്ടിരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ഡയബറ്റീസ്, പ്രമേഹം, ഇപ്പൊ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉള്ള ഒരു വിഷയം പ്രമേഹമാണ്. പ്രമേഹം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ പാരമ്പര്യമായിട്ടുള്ള ആൾക്കാരൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രമേഹം അച്ഛനമ്മയുള്ള ആൾക്കാർക്ക് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമുക്കത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റം വരുത്താൻ പറ്റും, അല്ലെങ്കിൽ മരുന്ന് നീട്ടി കൊണ്ടുപോകാനൊക്കെ പറ്റും. അപ്പൊ അത് രണ്ട് രീതിയിലുള്ള ടൈപ്പ് 1 ടൈപ്പ് 2. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ നമുക്കത് ഇൻസുലിന്റെ പ്രശ്നമാണ്, അത് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പക്ഷെ ടൈപ്പ് 2 ആണ് ഏറ്റവും കൂടുതലുള്ള, അതാണ് ജീവിതശൈലി രോഗം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജീവിതശൈലിയിലുള്ള പിന്നെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഡയബറ്റിസ്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിന്റെ ഗ്ലൂക്കോസ്, ഷുഗർ ഷുഗർ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു എനർജി സോഴ്സ് ആണ്. പക്ഷെ അത് ശരീരത്തിൽ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ഷുഗർ ബ്ലഡിലോട്ട് വരിക എന്ന് പറയുന്നത്. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അതിന് ഈ ഷുഗർ, ഗ്ലൂക്കോസ്, അതുപോലെ പ്രോട്ടീൻ, അതുപോലെ ഫാറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഗ്ലൂക്കോസ് ഷുഗർ എന്ന സാധനമാണ് നമുക്ക് ശരീരത്തിന്റെ എനർജിക്ക് വേണ്ട സാധനം, നമുക്ക് ഊർജ്ജത്തിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഷുഗർ ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോൺ ആണ് നമ്മളെ സെല്ലുകളിൽ കൊണ്ടുകൊടുക്കുക. മനസ്സിലാകുന്നത് പറയുകയാണെങ്കിൽ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൊണ്ടുകൊടുക്കുന്ന സാധനം. അപ്പൊ ഇത് അവരെ കൊണ്ടുകൊടുക്കുന്നിടത്ത് ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിൽ അത് എല്ലാ സെല്ലുകളും കോശങ്ങളും എത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അത് നേരെ ബ്ലഡിലോട്ട് വരാൻ തുടങ്ങും. അപ്പൊ ബ്ലഡിൽ നമ്മുടെ ഷുഗർ കൂടാൻ തുടങ്ങും. ഷുഗർ ഉള്ള ഒരാള് അങ്ങനെ ബ്ലഡിൽ ഷുഗർ അപ്പോൾ ആ ഒരു നോർമൽ ലെവലിന്റെ അബവ് വരികയാണെങ്കിൽ ഈ ഒരു റീസൺ കൊണ്ട് ഉണ്ടാവാം. അപ്പൊ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ എക്സസൈസും ഡയറ്റും വളരെ നല്ല രീതിയിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റം വരുത്താൻ പറ്റും. അതുപോലെ ഇനി നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ കാരണം കൊണ്ട് അത് വരാണ്ടിരിക്കാനും നമുക്ക് നോക്കാനും പ്രിക്കോഷൻ എടുക്കാനൊക്കെ ഷുഗർ, ഈ രണ്ട് കാര്യങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷൻ ചെയ്യാന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഷുഗർ ഉപയോഗപ്പെടുത്താം. എങ്ങനെ ഉപയോഗപ്പെടുത്താം? എക്സസൈസ് ചെയ്യുക. എക്സസൈസിന്റെ എനർജി എന്താണ്? ഗ്ലൂക്കോസ് ആണ്. ഈ ഷുഗർ ആണ് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ശരീരം ഉപയോഗപ്പെടുത്താം. ഫസ്റ്റത്തെ പ്രത്യേകിച്ച് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ, നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശരീരം ഉപയോഗിക്കുക ഷുഗർ മാത്രമേ ശരീരം എടുക്കുള്ളൂ, ഗ്ലൂക്കോസ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഈ ഡയബറ്റിസ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ആ ഗ്ലൂക്കോസ് എടുക്കാൻ തുടങ്ങും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ എനർജി എക്സ്പെൻഡിച്ചർ കൂടും, ഊർജ്ജം ഒരുപാട് ഉപയോഗപ്പെടുത്തും. എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്താണെങ്കിലും, ഇപ്പോൾ നടത്തായിക്കോട്ടെ, അല്ലെങ്കിൽ സൈക്ലിംഗ് ആയിക്കോട്ടെ, കാർഡിയോ വ്യായാമങ്ങൾ, അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ആയിക്കോട്ടെ, സ്ട്രെച്ചസ് ആയിക്കോട്ടെ, എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരം എന്ത് ചെയ്യും, ഈ ഷുഗർ ഉപയോഗപ്പെടുത്തും. അപ്പോൾ ഇത് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മളിപ്പം നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പല ഈ ഭക്ഷണം കഴിക്കുന്നതിന് ഷുഗർ ഉപയോഗപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു പ്രശ്നത്തിലാണ് നമുക്ക് ഇതൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഈ ജീവിതശൈലി അസുഖങ്ങളൊക്കെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഉപയോഗപ്പെടുത്താത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ
ഇത് ഈ വ്യായാമം ചെയ്യുമ്പോൾ ശരീരം ഷുഗർ ഉപയോഗപ്പെടുത്താൻ തുടങ്ങും ഈ അതിന്റെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിൽ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക. അതുപോലെ ഈ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻസുലിന്റെ പ്രശ്നവും ഇൻസുലിൻ തന്നെ ഹോർമോണിന്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഈ ഒരു ഡയബറ്റിക് എന്ന അവസ്ഥ വരുന്നത്. അപ്പൊ അതിന് ഇൻസുലിൻ നമ്മൾ എപ്പോഴും നല്ല കാര്യക്ഷമമായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ഈ എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടുന്ന ഒരുപാട് പഠനങ്ങളുണ്ട്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഷുഗറിന്റെ ഈ പിന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഒന്നായിട്ട് പ്രശ്നമായിട്ട് നമുക്ക് വേണ്ടത്ര രീതിയിൽ പോഷകങ്ങളോട് ഷുഗർ എത്താൻ പറ്റാത്ത അവസ്ഥ വരുന്നതും അത് ബ്ലഡിലോട്ട് വന്നിട്ട് നമ്മുടെ ഷുഗർ കൂടാനുള്ള കാരണമൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് പോലത്തെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ശരീരത്തിൽ ഷുഗർ ഉപയോഗപ്പെടുത്താൻ തുടങ്ങും, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടാൻ തുടങ്ങും. മാത്രമല്ല നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെയിറ്റ് ട്രെയിനിങ്, എസ്പെഷ്യലി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ, അതായത് ജിമ്മ് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ മാസ് കൂടും. മസിൽ മാസ് കൂടുക പറഞ്ഞാൽ മസിലുകൾക്ക് എത്ര 1 ഗ്രാം മസിൽ കൂടി കഴിഞ്ഞാൽ അത്രയും ഷുഗർ നമുക്ക് ശരീരത്തിന് പുതിയൊരു മസിൽ ഉണ്ടായി വന്നാൽ 1 ഗ്രാമാണ് 1 ഗ്രാം വന്നു കഴിഞ്ഞാൽ അത്രയും ഷുഗർ നമുക്ക് പുതിയ ആവശ്യം വരികയാണ് ശരീരത്തിൽ. പുതിയൊരു ഗ്ലൂക്കോസിന് അന്നേരം ആവശ്യം വരികയാണ്. അപ്പം മസിൽ മാസ് കൂടുന്നതനുസരിച്ച് ഷുഗറിന്റെ എക്സ്പെൻഡിച്ചർ കൂടും, മെറ്റബോളിസം കൂടും. ശരീരത്തിലെ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ശരീരം ഈ എനർജി ഷുഗർ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അത് കൂടാൻ തുടങ്ങും, വർദ്ധിക്കും. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സസൈസ് ചെയ്യുക. ഒരു ഇന്റർവ്യൂല് എന്താ കേട്ടത്, ഒരു അതില് അടിയില് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ക്യാമറ ഏതൊരു വീഡിയോയില് അടിയിലാരെ കമന്റ് ചെയ്തിരിക്കുന്നത് സൈക്കാട്രിസ്റ്റ് ആണ്. നമുക്കറിയുന്ന സൈക്കാട്രിസ്റ്റ് മനാലിന്റെ മനാലിന്റെ കമ്പനിക്കാരെ ചോദിച്ചത്. നൗഫൽ ഭായ്, സംസാരം ആരാണ് സംസാരിക്കുന്ന ആൾ ശ്രദ്ധിക്കണേ. ഇതിൽ ഇനി ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ പല ആൾക്കാരും ലോ കാർബ് ഡയറ്റിലോട്ട് പോകും. അപ്പം അത് അതിന്റെ ആവശ്യമില്ല. പകരം മോഡറേറ്റ് അളവിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിച്ചിട്ട് എക്സസൈസ് ചെയ്തിട്ട് നമ്മൾ ഷുഗർ കൺട്രോൾ ആക്കുക. ഒരുപാട് കൂടിയ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം, മരുന്ന് കഴിച്ചിട്ട്. ഒരിക്കലും എക്സസൈസും ഡയറ്റൊന്നും മരുന്ന് ഒഴിവാക്കാനുള്ള റീസൺ അല്ല, പകരം കൺട്രോൾ ചെയ്യാനുള്ള സംഗതിയാണ്. അതുപോലെ ഇതിൽ ഈ എക്സസൈസും ഡയറ്റൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യം വരിക ഇത് വരാണ്ട് നോക്കാൻ, ജീവിതശൈലി രോഗങ്ങൾ വരാണ്ട് നോക്കാനാണ്. അല്ലാണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷം അത് കൺട്രോൾ ചെയ്യാന്നുള്ളത് സംഗതി ഉള്ളൂ. പക്ഷെ വരാണ്ട് നോക്കുക എന്നുള്ളതിന് എക്സസൈസിനും ഈ നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിനും ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. വരാണ്ട് നോക്കുക, വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെയ്തതിനേക്കാളും നല്ലത് വരാണ്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ലോ കാർബ്സ് ഡയറ്റ് എടുക്കുന്നതിന്റെ കാര്യം, നമുക്ക് മോഡറേറ്റ് അളവിലുള്ള കാർബോഹൈഡ്രേറ്റ് ഒക്കെ അടങ്ങിയ ഭക്ഷണം കഴിച്ചിട്ട് ഒരു നല്ല ആവശ്യത്തിന് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമുക്ക് വേണ്ടത് അർത്ഥം. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് ഈ ഷുഗർ പ്രീ ഡയബറ്റിക് ഒക്കെ ആൾക്കാരാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാർബോഹൈഡ്രേറ്റ് എന്ന അരി പോലത്തെ ഭക്ഷണം ഒരുപാട് കുറയ്ക്കരുത്. പകരം കുറച്ചുകൂടെ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഓട്സ്, ബ്രൗൺ റൈസ്, മട്ട അങ്ങനത്തെ ഇതിലോട്ട് മാറുക. പെട്ടെന്ന് ദഹിക്കുന്ന നമ്മൾ കാർബോഹൈഡ്രേറ്റ് പറയില്ല, അത് കുറച്ചിട്ട് പകരം ഇങ്ങനത്തെ ഒരുപാട് സമയം എടുത്ത് ദഹിക്കുന്ന ഈ ഫുൾ ഗോതമ്പ് അതിലോട്ട് ഒക്കെ മാറുക. അതൊക്കെ കുറച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. റാഗി, അതൊക്കെ ധാന്യങ്ങൾ, ഇങ്ങനത്തെ ഫുൾ ധാന്യങ്ങൾ, വോൾ ധാന്യങ്ങൾ, പ്രോസസ് അധികം ചെയ്യാത്ത സാധനങ്ങൾ ഉപയോഗപ്പെടുത്തുക, നമ്മുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക. എന്നിട്ട് അതിന് കൂടുതൽ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. നല്ല ഫാറ്റ്, ഫൈബർ, പച്ചക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്തുക. നല്ല ഫാറ്റ് ആണ് നട്സ്, ഇതൊക്കെ നല്ല ഫാറ്റാണ്. നട്സ്, ഒലിവ് ഓയില്, അവക്കാഡോ പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊന്നും ഷുഗർ ഇല്ലാത്ത സാധനങ്ങളാണ്. പ്രോട്ടീനും ഫാറ്റിലും ഫൈബേഴ്സിലൊന്നും ഷുഗർ അത്രത്തോളം ഇല്ല. നമ്മൾ കഴിക്കുന്ന ഈ സിമ്പിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിലാണ് കൂടുതൽ ഷുഗർ വരുന്നത്. അപ്പൊ അത് മോഡറേറ്റ് അളവിൽ ആവശ്യത്തിന് മാത്രം കഴിച്ചിട്ട് ബാക്കി കൂടുതൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പച്ചക്കറികളും ചിക്കന്, മീന്, മുട്ട പോലത്തെ പ്രോട്ടീൻ സോഴ്സ് ഒക്കെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനം 40-50 മിനിറ്റ് എങ്കിലും ദിവസം എക്സസൈസ് ചെയ്യാം. അത് ഒരു റുട്ടീനാക്കി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുവരാം. അതിൽ ആഴ്ചയിൽ 3 ദിവസം എന്നെങ്കിലും വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം. ജിമ്മിൽ പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നിട്ടോ ഹോം വർക്കൗട്ട് ആയിട്ടോ. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മസിൽ മാസ് കൂട്ടാൻ. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മധ്യവയസ്സിൽ, ഈ മിഡിൽ ഏജിൽ നമുക്ക് ഒരു 35 വയസ്സ് മുതൽ 40 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ മസിൽ കുറയാൻ തുടങ്ങും. അത്രേ സമയം വരെ നമുക്ക് ഒരു വിഷയമില്ല, നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കും. കാരണം അതുവരെ മെറ്റബോളിസത്തിന് പ്രശ്നം വരില്ല, ആവശ്യത്തിന് മസിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. പക്ഷേ മിഡിൽ ഏജ് ആയി തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മസിൽ മാസ് എല്ലാവർക്കും, ഈ ലോകത്തിൽ എല്ലാവർക്കും മസിൽ മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങും. 1% വെച്ച് കുറയുന്ന കണക്ക്.
അതൊരു 60 വയസ്സാകുമ്പോഴേക്ക് ഏകദേശം 30% കുറഞ്ഞിട്ടുണ്ടാവും. ഈ കുറവ് വരുന്നത് 1%, 2% പോലെ കുറവ് വരുന്നത് നമുക്കത് ഭയങ്കരമായിട്ട് ബാധിക്കാൻ തുടങ്ങും. എങ്ങനെയാന്ന് വെച്ചാൽ അത്രയും കാലം നമുക്ക് വേണ്ട എനർജി പിന്നീട് നമുക്ക് വേണ്ട, അത്ര ഷുഗർ പിന്നെ നമ്മുടെ ശരീരത്തിൽ വേണ്ട. കാരണം എന്താണ്, നമ്മൾ ആ മസിൽ കുറച്ച് കുറഞ്ഞു. ആ കുറവ് വരുന്ന സാധനം എക്സ്പെൻഡിച്ചർ, ആ ഒരു എനർജി നമുക്ക് പിന്നെ എക്സ്ട്രാ വരുന്ന ഫാറ്റ് ആയിട്ട് മാറുകയാണ്. മെറ്റബോളിസം കുറയാണ് പിന്നെ. അപ്പൊ അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ അത് ഈ മസിൽ ലോസ് കുറയ്ക്കാനും അതുപോലെ മധ്യവയസ്സിലോട്ട് എത്തുന്ന സമയത്തുള്ള ഈ മെറ്റബോളിസത്തിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനും കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനൊക്കെ ഒറ്റ വഴിയുള്ളൂ വ്യായാമം. വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല. പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റി നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു 40-50 മിനിറ്റ് ഒക്കെ അതുവരെ നമുക്കിപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മൾക്ക് വിചാരിക്കും ജിമ്മിൽ പോകുന്നതൊക്കെ കുട്ടികളുടെ പരിപാടിയില്ല, ചെറുപ്പക്കാർ മസിൽ ഉണ്ടാക്കാൻ എന്നുള്ളത് ഒക്കെ ആയിരുന്നു പണ്ടത്തെ ചിന്ത. പക്ഷെ അത് അങ്ങനൊന്നല്ല. അതുവരെ ഈ ചെറുപ്പത്തിൽ നമുക്ക് 35 വയസ്സുവരെ നമ്മൾ ജിമ്മിൽ പോയില്ലെങ്കിലോ എക്സസൈസ് ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. കാരണം നമ്മളെ മെറ്റബോളിസം അതിന്റെ വഴിക്ക് നടന്നോളും. ശ്രദ്ധിച്ചിട്ടില്ലേ? പക്ഷേ നമ്മൾ പ്രശ്നങ്ങൾക്ക് വന്ന് തുടങ്ങുന്നത് നമ്മൾ മധ്യവയസ്സിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ 35-40 വയസ്സാകുമ്പോൾ തുടങ്ങും ഓരോ വിഷയങ്ങൾ. അതിന്റെ കാരണം എന്താണ്? നമ്മൾ അപ്പോഴാണ് നമുക്ക് എക്സസൈസ് നിർബന്ധമായിട്ട് വരിക. അതുവരെ നമുക്ക് നിർബന്ധമില്ല. അപ്പോഴാണ് നമുക്ക് ഭക്ഷണത്തിൽ ഒരു ശ്രദ്ധ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കൽ, കാർബ്സ് ഒന്ന് കൺട്രോൾ ചെയ്യലൊക്കെ നിർബന്ധമായിട്ട് വരുന്ന അവസ്ഥ അപ്പോഴാണ് വരുന്നത്. അപ്പോ ഈ ഞാൻ നേരത്തെ 150 മിനിറ്റ് എന്ന് പറഞ്ഞത് ഏറ്റവും ബേസിക് പറഞ്ഞല്ലോ സെഡന്ററി ലൈഫിന്റെ. അതിന് പിന്നെ മുകളിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. പിന്നെ നമുക്ക് 300 ആക്കണം. ആഴ്ചയിൽ ഒരു 50 മിനിറ്റ് ദിവസം വെച്ചിട്ട് ചെയ്യാം. ഒരു 5 ദിവസം എന്നെങ്കിലും 200-250 മിനിറ്റ് വെച്ച് ചെയ്യേണ്ടി വരും. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടി വരും. അതിൽ നമുക്ക് ഹാർട്ടിന്റെ ഒരു 150 മിനിറ്റ് ഹാർട്ടിന് വേണ്ടി മാറ്റി വെക്കണം. അതെങ്ങനെയെന്നൊക്കെ ഞാൻ കാർഡിയോ വ്യായാമത്തെ കുറിച്ച് പറയുമ്പോൾ പറയാം. സ്ട്രെങ്ത് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പറയാം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആഴ്ചയിൽ 3 ദിവസം 4 ദിവസം നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ലാസ്റ്റത്തെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ സെഷൻ വെച്ചാൽ പോരെ അല്ലേ? അതല്ലേ നല്ലേ അല്ലേ? സമയമില്ലാത്ത എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു എന്തെങ്കിലും സംശയം ചോദിക്കാൻ അന്നേരം ചെയ്യാം. അതെ അതെ. ലാസ്റ്റ്. പിന്നെ അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ BP, ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ എന്നുള്ളതാണ്. അപ്പൊ അത് ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്ത് ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ പെട്ടെന്ന് വരുന്ന ഒരു സാധനമാണ്. അതൊക്കെ നമ്മുടെ ജീവിതശൈലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു വിഷയമാണ്. അതിന്റെ വിഷയം ഇത് തന്നെയാണ്. കാർഡിയോ വ്യായാമങ്ങൾ ചെയ്യുന്നില്ല. നമ്മുടെ ഹൃദയത്തിന്റെ ഈ ഹാർട്ട് എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ രസമാണ്, വളരെ കോംപ്ലക്സ് ആണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് ബ്ലഡ് ആ വർക്കിംഗ് മസിലോട്ട് ബ്ലഡ് പോകാൻ തുടങ്ങും. അത് എന്തിനാന്ന് വെച്ചാൽ ആക്ടിവിറ്റി ചെയ്യാൻ ഓക്സിജൻ വേണം. അപ്പൊ നമ്മൾ മുകൂട് ഓക്സിജൻ എടുത്ത് നേരെ ഹാർട്ടിൽ കൊടുത്ത് ഹാർട്ടിൽ നിന്ന് അത് നമ്മുടെ ഈ രക്തക്കുഴൽ വഴി നേരെ ലങ്സിലോട്ട് പോയി അത് ലങ്സിൽ നിന്ന് അത് ശുദ്ധീകരിച്ചിട്ട് പുറത്തോട്ട് തട്ടി നല്ല നല്ല വായു എന്ന് വെച്ചാൽ ഓക്സിജൻ അടങ്ങിയത് ഉള്ളിലോട്ടും പിന്നെ നമ്മുടെ കോശങ്ങളിലോട്ടും അല്ലാത്തത് കോശങ്ങളിൽ നിന്ന് ഡീഓക്സിനേറ്റഡ് എന്ന് പറയും. ഓക്സിജൻ ഇല്ലാണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ രക്തം പുറത്തോട്ടും വിടുന്ന ഒരു പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈക്കിള്, ഒരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് സൈക്കിൾ നടത്തും നമ്മൾ കാർഡിയോ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ. അത് ആ ഒരു കണ്ടീഷൻ, അപ്പോൾ വണ്ടിയുടെ നമ്മൾ എഞ്ചിൻ കണ്ടീഷൻ ചെയ്യുന്ന പോലെ നമ്മൾ വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന അത് കുറെ കാലം നിർത്തിയിട്ട് കഴിഞ്ഞാൽ അത് തുരുമ്പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. പകരം നമ്മളിത് വണ്ടി എടുത്തിട്ട് ദിവസം 1/2 മണിക്കൂർ ഓടിക്കുകയാണെങ്കിൽ അതിന് കംപ്ലൈന്റ് കുറയും. അതേപോലെയാണ് നമ്മൾ ഹാർട്ട് പറഞ്ഞ ഈ ഒരു വണ്ടിന്റെ കംപ്ലൈന്റ് കുറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നമുക്ക് എപ്പോഴും പ്രവർത്തനക്ഷമമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ ഓക്സിജൻ ഉള്ളിലോട്ട് എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ആ ഹാർട്ട് വർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കണം. നമ്മളിപ്പോ ഫസ്റ്റ് പറഞ്ഞ സെഡന്ററി ലൈഫിൽ നമ്മൾ ഹാർട്ട് അനങ്ങുന്നില്ല, കാര്യമായിട്ട് പണിയും ചെയ്യുന്നില്ല, നമ്മൾ ഇരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഇത് കണ്ടീഷൻ കുറയാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ BP കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. നേരത്തെ ഈ ഡയബറ്റീസ് പറഞ്ഞ പോലെ തന്നെ ഇതിനും ഒരു വിഷയം എന്താണ്? ഇതൊരു പ്രശ്നമാണ്. നമ്മുടെ ഈ ജെനറ്റിക്സ്, പാരമ്പര്യം. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ പെട്ടെന്ന് ശ്രദ്ധിക്കണം. അവര് ആദ്യം മുതലേ പ്രോപ്പർ ആയിട്ടുള്ള വ്യായാമം, അച്ഛനമ്മയൊക്കെ ഒരു BP ഉള്ള ആളാണെങ്കിലും ഇപ്പൊ മുതലേ നമുക്ക് എന്ത് ചെയ്യണം? പ്രിക്കോഷൻ എടുത്തിട്ട് വേണ്ട രീതിയിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനം ആഴ്ചയിൽ 150 മിനിറ്റ് കാർഡിയോ വ്യായാമങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. കാർഡിയോ വ്യായാമങ്ങൾ എന്ന് പറയുന്നതാണ് നടത്തം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ല, ഹാർട്ട് ബീറ്റ് കൂടുന്ന രീതിയിൽ നടക്കണം. കുറച്ചുകൂടെ ഹാർട്ട് ബീറ്റ് കൂടുന്ന രീതിയിൽ നടക്കണം. അതുപോലെ സൈക്ലിങ്, സ്വിമ്മിങ്, ട്രെഡ്മില്ല്, ക്രോസ് ട്രെയിനർ പോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കാർഡിയോ വ്യായാമങ്ങൾ. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. കിതപ്പല്ല, ഈ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് കാർഡിയോ കണ്ടീഷൻ നടക്കുക.
വെറുതെ നടന്നു കഴിഞ്ഞാലും കാര്യമില്ല. നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്ന രീതിയിൽ നമ്മൾ നടക്കണം. അതാണ് ജോഗിങ് എന്ന് പറയും. നടത്തത്തിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജോഗിങ്. ഭയങ്കര പ്രായമായി കഴിഞ്ഞാൽ നടത്തം തന്നെ മതിയായിരുന്നു, അത്യാവശ്യം കാർഡിയോ കണ്ടീഷൻ നടക്കാനൊക്കെ. അപ്പൊ ഈ എക്സസൈസുകൾ ഈ പറഞ്ഞ പോലെ 150 മിനിറ്റ് ആഴ്ചയിൽ ചെയ്യുക. ആഴ്ചയിൽ അരമണിക്കൂർ വെച്ചിട്ട് ചെയ്യല് നമ്മൾ അതിനായിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് വരാണ്ട് നോക്കാനും വന്ന് കഴിഞ്ഞ് കൺട്രോൾ ചെയ്യാനുള്ളതാണ്. വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 50 മിനിറ്റ് 150 മിനിറ്റ് 200 ആക്കേണ്ടി വരും, 250 ആക്കേണ്ടി വരും. 30 മിനിറ്റ് 40 വെച്ച് ചെയ്യേണ്ടി വരും എന്നർത്ഥം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജിമ്മ്, അതും നമ്മുടെ പിന്നെ BP കൺട്രോൾ ചെയ്യാൻ വളരെ പ്രധാനമാണ്. അതൊക്കെ പഠനങ്ങൾ തെളിയിച്ച കാര്യമാണ്. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക എന്നുള്ളത് ഇതിന്റെ ഒരു പ്രധാന. പിന്നെ നമുക്ക് മെഡിറ്റേഷൻ പോലത്തെ ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാം. ഇതും നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്ട്രെസ് കുറയ്ക്കാം, നല്ല രീതിയിൽ ഉറങ്ങാം. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഡിസ്ലിപ്പിഡിമീഡിയ എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ കൂടുതലും, ട്രൈഗ്ലിസറൈഡ് കൂടുക, LDL കൂടുക, HDL കുറയുക. ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഈ ഒരു വിഷയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റിയ സാധനമാണിത്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും പ്രീ ഹൈപ്പർ ടെൻഷൻ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറെ കാലത്തേക്ക് നീട്ടി വെക്കാൻ പറ്റും. പക്ഷെ ഈ സാധനം നമുക്ക് വന്നാൽ നമുക്ക് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാം. ഇത് അങ്ങനെ മരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യമാണ്, മരുന്ന് കഴിക്കേണ്ടാത്ത ഒരു സാധനമാണ് ഈ കൊളസ്ട്രോൾ കൂടുക എന്ന് പറഞ്ഞത്. കറക്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്ത് നല്ല രീതിയിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് കിട്ടും. എല്ലാവർക്കും അല്ല ഉദ്ദേശിച്ചത്. ഹൃദ്രോഗമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ അവർ പ്രിക്കോഷൻ രീതിയിൽ മരുന്ന് കഴിക്കേണ്ടി വരും. അല്ലാത്ത ആൾക്കാർക്ക് കൊളസ്ട്രോൾ കണ്ടു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് എക്സസൈസും ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. നല്ല കൊളസ്ട്രോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ഈ കാർഡിയോ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ പഠനങ്ങൾ പറയുന്ന HDL നല്ല കൊളസ്ട്രോൾ കൂടും. HDL എന്ന ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ കൂടും, ചീത്ത കൊളസ്ട്രോൾ കുറയും, LDL. ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തന്നെ ഓക്കെയാണ്. നമുക്ക് കുറച്ച് കൊളസ്ട്രോൾ 230 220 ഉണ്ടെങ്കിൽ പോലും HDL കൂടുതലും LDL കുറവാണെങ്കിൽ നോർമൽ വാല്യൂലാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇത് എല്ലാം തിരിഞ്ഞു വരുന്ന അവസ്ഥയാണ് ഡിസ്ലിപ്പിഡിമിയ. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത് ശ്രദ്ധിച്ചില്ല എന്നെങ്കിൽ അത്തീരോസ്ക്ലെറോസിസ് എന്ന് പറയും. നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ ഇത് അടിഞ്ഞു കൂടിയിട്ട് ഈ ബ്ലോക്ക് പോലത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അവിടെയും ചെയ്യേണ്ടത് ഇതാണ്: എക്സസൈസ് ചെയ്യുക, നല്ല ഫാറ്റ് എടുക്കുക, ആവശ്യമില്ലാണ്ട് ട്രാൻസ് ഫാറ്റ്. ഇപ്പം ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭയങ്കര ഹെവി ഫ്രൈ ചെയ്ത ഭക്ഷണം, ഇപ്പോഴത്തെ നമ്മുടെ പ്രോസസ്ഡ് ഫുഡ് കൺട്രോൾ ചെയ്യാം, ലിമിറ്റ് ചെയ്യാം. ആവശ്യം നല്ല ഇപ്പം ഭക്ഷണം കഴിക്കുക വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ലിമിറ്റ് ചെയ്യാൻ എന്നുള്ളത്. അപ്പം ഒരു കൊളസ്ട്രോൾ കൂടുതൽ ആളാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എക്സസൈസ് ചെയ്യുക. ഫസ്റ്റത്തെ കാര്യം എല്ലാ രീതിയിലും എക്സസൈസ് ചെയ്യുക, കാർഡിയോ എക്സസൈസുകൾ ചെയ്യുക, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക, നല്ല പ്രോട്ടീൻ ആഡ് ചെയ്യുക. ഈ ചിക്കൻ കറിയായിട്ടോ മീനായിട്ടോ കഴിക്കുക. കൂടുതൽ ഫ്രൈ ചെയ്ത ഐറ്റംസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇച്ചിരി ഫ്രൈ ചെയ്താൽ കുഴപ്പമില്ല, പുറത്തുനിന്ന് കഴിക്കുമ്പോഴൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതൊക്കെ ഈ നമ്മുടെ ഈ ഏറ്റവും മോശപ്പെട്ട വെജിറ്റബിൾ ഓയിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ട്രാൻസ് ഫാറ്റ് ആയിട്ട് മാറുക. ഇതാണ് ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടാക്കുന്നത്. കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ HDL നല്ല കൊളസ്ട്രോൾ കൂടുകയും ചെയ്യും. പിന്നെ ഓക്കെ. അപ്പൊ ഇത്രയും സംഗതികളാണ് നമുക്ക്. പിന്നെ PCOD ഇതിന്റെ കൂടെ വരുന്ന സാധനമാണ്. PCOD നമ്മൾ പറയുന്നത് ഈ ഡയബറ്റീസിന്റെ അതേ കണ്ടീഷനിലാണ് പറയാം. PCOS എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകൾക്ക് PCOSനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഡയബറ്റീസ് പോലെയാണ്. അത് ആ ഒരു അവസ്ഥ, അതിന് മരുന്ന് വരെ കൊടുക്കുന്നത് ഡയബറ്റീസ് ബന്ധപ്പെട്ട മരുന്നുകളാണ്. അപ്പം അതും ഇതേപോലെ പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസും ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അത് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മസിൽ മാസ് കൂട്ടുക, ശരീരത്തിന്റെ മെറ്റബോളിസം കൂട്ടുക, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക, ഒരു മോഡറേറ്റ് അളവിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിക്കുക. ഒരുപാട് പ്രോസസ്ഡ് ആയിട്ടുള്ള അരി ഭക്ഷണം കഴിക്കുന്നതിന് പകരം മോഡറേറ്റ് അളവിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, ഇപ്പോൾ നേരത്തെ റാഗി, റവ, പിന്നെ ഓട്സ്, ബ്രൗൺ റൈസ് പോലത്തെ കാര്യങ്ങൾ കാർബോഹൈഡ്രേറ്റ് ആഡ് ചെയ്യുക. ചിക്കന്, മീന്, മുട്ട, മീനൊക്കെ അതൊക്കെ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് എടുക്കുക. പിന്നെ അതുപോലെ വെജിറ്റബിൾസ് ധാരാളം ആഡ് ചെയ്യുക. അതിന്റെ കൂടുതൽ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PCOD അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മിക്കവാറും PCOD കാരണമായിരിക്കും മിക്കവാറും സ്ത്രീകളുടെ വെയിറ്റ് കൂടാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞത്. അത് കൺട്രോൾ ചെയ്യാൻ ശരിക്കും നമ്മൾ ഡയബറ്റീസിനെ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ PCOD ഇപ്പം ഇൻഫെർട്ടിലിറ്റി പോലത്തെ വലിയ റീസൺ ആണ് PCOD എന്ന് പറയുന്നത്. അപ്പൊ പക്ഷെ അത് PCOD നമുക്ക് ഡയബറ്റീസിന്റെ അത്രയും പ്രശ്നമല്ല. ഈസി ആയിട്ട് പ്രോപ്പറായിട്ട് ഒന്ന് ഒരുങ്ങി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സമയം എടുത്തിട്ട് മെല്ലെ മെല്ലെ അത് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് PCOS എന്ന് പറയുന്നത്. പിന്നെ മെയിൻ വിഷയം നമുക്ക് ബെല്ലി ഫാറ്റ്, ഒബീസിറ്റി. ബെല്ലി ഫാറ്റ് എന്ന് പറഞ്ഞാൽ
എല്ലാവർക്കും ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. ഏഹ് വയറ് വയറ് കുറക്കാൻ വേണ്ടി പല രീതിയിൽ പല സംഗതികൾ ചെയ്യും, പല സാധനങ്ങൾ കഴിക്കും, പലത് കുടിക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് വളരെ സിമ്പിളായ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഒന്നും കഴിക്കാനോ കുടിക്കാനൊന്നും പോണ്ട. അത് നമ്മുടെ കാരണം കൊണ്ടാണ് സാധനമാണ് ഈ ബെല്ലി ഫാറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ കലോറി ഇൻടേക്ക്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ആക്ടിവിറ്റി കുറഞ്ഞ് കലോറി ഇൻടേക്ക് കൂടി. ഈ കാരണം കൊണ്ട് നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്ത് വെക്കുന്ന എനർജി സോഴ്സ് ആണ്, എനർജിയാണ് ഈ ബെല്ലി എന്ന് പറഞ്ഞാൽ. ഫാറ്റ് സ്റ്റോറേജ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഊർജം കിട്ടാനാണ്. ഊർജം എന്തിനാണ്? ആക്ടിവിറ്റി ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഊർജ്ജമാണ് സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നില്ല, ഭക്ഷണം കഴിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഊർജ്ജം ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കാം. ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഊർജ്ജം പുറത്തോട്ട് പോവുക, അത് നടക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ശരീരത്തിൽ ഈ ഊർജ്ജം കൂടി കൂടിയിട്ട് ഊർജ്ജം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോമാണ് ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത്. അതായത് ബാങ്കാണിത്, നമ്മളൊരു ഊർജ്ജത്തിന്റെ ബാങ്ക്. അത് ശരീരം നല്ല സംഗതി ചെയ്യുന്ന, അത് ശരീരത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് നല്ല കാര്യമാണ്. അപ്പൊ ഇന്ന് നാളെ എങ്ങനെ നമുക്ക് കിട്ടാത്ത ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരാണ്, എന്ത് ചെയ്യാം, നമുക്കത് എടുക്കുക എന്നുള്ളതാ. പക്ഷെ ഇവിടെ ഇപ്പൊ ആ അവസ്ഥ ഇല്ലല്ലോ. നമ്മളിപ്പം ദിവസം ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ അത് എനർജി എക്സ്പെൻഡിച്ചർ ഇല്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല. അത് കൂടി 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 നമ്മുടെ ആ ഒരു സ്റ്റോറേജ് കൂടി 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 ആദ്യം ഇച്ചിരി ഉണ്ടാവണം, പിന്നെ കൂടി 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 അത് വലിയ വയറായിട്ട് മാറുകയാണ്, സൈഡിലോട്ട് വരികയാണ്, ഹിപ്പിലോട്ടും നമ്മുടെ ബോഡിയിലൊക്കെ ഫാറ്റ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറേജ്, ഊർജത്തിന്റെ സ്റ്റോറേജ് കൂടിയിട്ടാണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും, ഫാറ്റ് എന്നൊന്നല്ല, കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും, എല്ലാ തരം ഫുഡും കലോറി കൂടിയിട്ട് കലോറി പുറത്തോട്ട് പോകുന്ന സംഗതി നിന്നിട്ടുള്ള അവസ്ഥയാണത്. അപ്പൊ അതിന് ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കൺട്രോൾ ചെയ്യുക, നമ്മൾ എക്സ്പെൻഡിച്ചർ കൂട്ടുക, വ്യായാമം, നടത്തം, എക്സസൈസ് കൂട്ടുക, മെല്ലെ മെല്ലെ ബോഡി ഫാറ്റ് കുറയും. നമ്മൾ അതിന് കുറെ വയറിന് എക്സസൈസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അത് അങ്ങനെ പിടിച്ച് ഞെക്കിയ പോയിട്ട് സാധനമൊന്നുമല്ല. അതിന് ആ ഒരു സ്റ്റോറേജ് കുറയ്ക്കുന്ന രീതിയിൽ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് ഇൻടേക്ക് ഒന്ന് കുറച്ചിട്ട് എക്സ്പെൻഡിച്ചർ കൂട്ടാം. അപ്പോൾ വളരെ സിമ്പിളാണ് സംഭവം. അത് നമ്മളത് ഉണ്ടാവാൻ കാരണം എന്താണ്? നമ്മൾ ഇൻടേക്ക് കൂടിയിട്ട് എക്സ്പെൻഡിച്ചർ കുറയുമ്പോഴാണ് എനർജി ഉള്ളിലോട്ട് എടുക്കലും കൂടു, പുറത്തോട്ട് പോണത് കുറഞ്ഞ്. നമ്മൾ അനങ്ങുന്നില്ല, ശരീരം നടക്കുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല, ഇരുന്നുകൊണ്ട് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ കൂടിയിട്ട് അങ്ങനെയാണ് ഫാറ്റ് വരുന്നത്. ഈ ഫാറ്റ് കുറയ്ക്കണേ എന്ത് ചെയ്യണം? ഉള്ളോട്ട് പോകണമെന്ന് കൺട്രോൾ ചെയ്യുക. ഒരുപാട് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് കൺട്രോൾ ചെയ്യുക. പകരം എക്സ്പെൻഡിച്ചർ കൂട്ടുക, നമ്മൾ പുറത്തോട്ട് കൊണ്ട് സംഗതി കൂട്ടുക. സ്വാഭാവികമായിട്ടും മെല്ലെ മെല്ലെ കുറയും, അപ്പം വയറും കുറഞ്ഞോളും. അപ്പൊ ഇതൊക്കെയാണ് ഈ ബെല്ലി ഫാറ്റിനെ കുറിച്ച് ആൾക്കാർക്ക് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. പല സംഗതികൾ കുടിക്കാനും പിടിക്കാനും ഒക്കെ പോകും, എന്നൊന്നും ആവശ്യമില്ല. പ്രോപ്പർ ആയിട്ട് എക്സസൈസും ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ബെല്ലി ഫാറ്റ് കുറയുള്ളൂ. അതിന് ഒരുപാട് അത് കുറയ്ക്കാനുള്ള പ്രത്യേകിച്ച് വർക്കൗട്ടും കാര്യങ്ങളും വയറിന് എക്സസൈസും ഒക്കെ പല യൂട്യൂബും വീഡിയോസും ഒക്കെ ഉണ്ടാവും. അതൊക്കെ എക്സസൈസ് ആണ്, അതിൽ പ്രത്യേകിച്ച് ഒരു ഗുണം അത് ചെയ്യില്ല. കാരണം വയറിനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വയറ് കുറയാനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിനില്ല. അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് സാധനം ശരീരം ഫാറ്റ് അങ്ങനെ എടുക്കില്ല. നമ്മളിപ്പോൾ ഒരു വർക്കൗട്ട് ഇപ്പം വയറിനെ ചെയ്ത് കഴിഞ്ഞാൽ ശരീരം തലയത്തെ ഫാറ്റോ എടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കാലത്ത് ഫാറ്റോ, നമുക്ക് പറയാൻ പറ്റില്ല എവിടെ നിന്ന് ഇവിടെ നിന്ന് എടുക്കണം എന്നുള്ളത്. സ്പോട്ട് റിഡക്ഷൻ നമുക്ക് ശരീരത്തിൽ ഒരിക്കലും പോസിബിൾ അല്ല. അതുപോലെ ഈ പല ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ അലച്ച് കളയുന്ന സാധനമല്ല ഈ ഫാറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ആക്ടിവിറ്റി കൂട്ടി കഴിഞ്ഞാൽ, ആ ഒരു ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പൊക്കോളും, റെഡി ആയിക്കോളും. അതാണ് ഇപ്പം ബെല്ലി ഫാറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിന്റെ എങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങൾ. ഉള്ളിലോട്ട് നമ്മളെ ഇൻടേക്ക് കൂടി എക്സ്പെൻഡിച്ചർ കുറയാണ്, അപ്പോഴാണ് ഈ ഫാറ്റ് വരുന്നത്. അപ്പം ഇത് കുറച്ചൊരു ഫാറ്റ് ലിവർ ഒക്കെ ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫാറ്റ് നമ്മുടെ ലിവറിന് ചുറ്റും വരുമ്പോഴാണ് ഫാറ്റ് ലിവർ ആവുക. മൊത്തം ഫാറ്റ്, ബോഡി ഫാറ്റ് ലിവറിന് ചുറ്റും വരുമ്പോൾ ഫാറ്റ് ലിവർ ആവും. ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, ബോഡി ഫാറ്റ് കുറയ്ക്കാം. ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് ബോഡി ഫാറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ലിവറും ഈ മൊത്തം ഫാറ്റിങ് കുറയാൻ തുടങ്ങുമ്പോൾ ഈ നമ്മുടെ ലിവറിന് ചുറ്റുള്ള ഫാറ്റും കുറയും, കിഡ്നി ചുറ്റുള്ള ഫാറ്റൊക്കെ കുറയും. ഫാറ്റ് ലിവറിന്റെ എന്നുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അത് ഈ ബോഡി ഫാറ്റ് കൂടുമ്പോഴാണ് ലിവറിന്റെ ചുറ്റും, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഓർഗൻസ് ചുറ്റൊക്കെ ഈ ഫാറ്റ് അടിഞ്ഞുകൂടാൻ തുടങ്ങും. അപ്പൊ ഈ അടിഞ്ഞുകൂടുമ്പോൾ ഉള്ള അതിന് ചെയ്യേണ്ട കാര്യം ഇതാണ്, നേരത്തെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ട് എക്സസൈസ് ചെയ്യുക, ഫുഡ് ഇൻടേക്ക് കൺട്രോൾ ചെയ്യുക. ഇതിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ വിഷയം തന്നെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനർജി നമ്മൾ എന്ത് ചെയ്യില്ല, ആ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത് സ്റ്റോർ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ബെല്ലി ഫാറ്റ് ഉണ്ടാകുന്നത്. അത് നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ഫുഡ് ഇൻടേക്ക് കുറച്ചിട്ട് നമ്മൾ മെല്ലെ ഇത് എക്സ്പെൻഡിച്ചർ കൂട്ടാം, എനർജിയുടെ എക്സ്പെൻഡിച്ചർ കൂട്ടാം. പിന്നെ ഒബീസിറ്റിന്റെ കാര്യം, അപ്പം അമിതവണ്ണം, നമ്മൾ ഈ BMI ഒക്കെ കൂടിയ ആൾക്കാരാണെങ്കിൽ അതിൽ ഏറ്റവും വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് ഡയബറ്റീസ് പോലത്തെ
ഈ അമിതവണ്ണമുള്ള ആൾക്കാർക്ക്, ബോഡിയിൽ ഫാറ്റ് ഉള്ള ആൾക്കാർക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ കൂടാൻ വളരെ പെട്ടെന്ന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അവര് ശരിക്കും അമിതവണ്ണമുള്ള ആൾക്കാർ ഉടനെ തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് മരുന്നായിട്ടാണ്. നമ്മളത് കുറയ്ക്കാനോ പിടിക്കാനോ ഒന്നുമല്ല, ഇത് നമുക്ക് ഈ റിസ്ക് ഫാക്ടർ കോമ്പൻസേറ്റ് ചെയ്യാണ്. അമിതവണ്ണം എന്നുള്ള റിസ്ക് ഫാക്ടറാണ്, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ അന്നേരം തന്നെ എക്സസൈസ് ചെയ്യണം. ബാക്കി കാര്യങ്ങൾ അതിന് വഴിക്ക് വന്നോളും. കുറയലും, വെയിറ്റ് കുറയലും, തടി കുറയലും, ഫാറ്റ് കുറയലും ഒക്കെ അതിന്റെ വഴിക്ക് വന്നോളും. നമ്മൾ എന്ന് മുതൽ അത് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നോ അത് നമ്മുടെ ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത പോലെയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. ഒരു മരുന്ന് കഴിച്ചു തുടങ്ങി നടത്തും, വളരെ ഹെൽത്തി ആയിട്ടുള്ള മരുന്ന് കഴിച്ചു തുടങ്ങി നടത്തും. വീണ്ടും വലിയ വലിയ മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പോഴേ തന്നെ പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒബേസിറ്റി ഉള്ള ആൾക്കാർ ചെയ്യേണ്ടത്. നമ്മുടെ ഈ എല്ലാ കണ്ടീഷനിലും ആദ്യം നമ്മുടെ വെയിറ്റ് കൂടിയ ആൾക്കാരാണെങ്കിൽ 10% ബോഡി വെയിറ്റ് കുറയ്ക്കുക. ബോഡി വെയിറ്റ് ഇപ്പം ഒരു 80-90 കിലോ ഉള്ള ആളാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് വരുന്ന തുടങ്ങുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ 10%. ഇപ്പൊ 90 കിലോ ഉള്ള ആണെങ്കിൽ 9 കിലോ വെയിറ്റ് കുറയ്ക്കുക. മെല്ലെ, പെട്ടെന്ന് കുറയ്ക്കരുത്. 4-5 മാസം എടുത്തിട്ട് മെല്ലെ മെല്ലെ ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ട്, ഒരുപാട് ഫുഡൊന്നും കുറയ്ക്കാനൊന്നും പോകണ്ട. മെല്ലെ മെല്ലെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് എക്സസൈസ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ പ്രത്യേക ഷോർട്ട് കട്ടോ അല്ലെങ്കിൽ ഒരു സാധനങ്ങളൊന്നും പോകണ്ട. ഷോർട്ട് കട്ടൊന്നും ഇല്ല. അത് നമ്മൾ നോർമൽ ഭക്ഷണം കഴിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാം, കുറയ്ക്കുക, വെയിറ്റ് കുറയ്ക്കുക, അതുപോലെ ഫാറ്റ് കുറയ്ക്കുക, എക്സസൈസ് ചെയ്തിട്ട് നമ്മുടെ ഫിറ്റ്നസ് കൂട്ടുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ഇതില് നമ്മൾ ആ ഡയറ്റിന്റെ പേര് പറയുന്ന പേരാണ്, ശാസ്ത്രീയമായിട്ട് പറയുന്ന പേരാണ് കാലോറി ഡെഫിസിറ്റ് ഡയറ്റ് എന്ന് പറയും. ഈ വെയിറ്റ് കുറയ്ക്കാനാണെങ്കിലും ഫാറ്റ് കുറയ്ക്കാനാണെങ്കിലും അമിതവണ്ണമുള്ള ആൾക്കാർക്കാണെങ്കിലും വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് ഒരു ഒരു ഒരാള് രാവിലെ ഒരു 4 ഇഡ്ഡലി ചട്നി കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്നും അയാളുടെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ്. അതെങ്ങനെ കാലോറി ഡെഫിസിറ്റ് ആയിട്ട് ആക്കാന്ന് വെച്ചാൽ ഒരു ഇഡ്ഡലി മാറ്റിയിട്ട് അവിടെ മുട്ട ആഡ് ചെയ്യാം. 2 ഇഡ്ഡലി 4 ഇഡ്ഡലി കഴിക്കുന്ന ഒരാൾ ഒരു ഇഡ്ഡലി ഒഴിവാക്കാം, അപ്പൊ കുറഞ്ഞു, ഒരു ഇഡ്ഡലി കുറഞ്ഞു. അപ്പൊ 3 ഇഡ്ഡലി ഒരു ഇഡ്ഡലി മാറ്റിയിട്ട് അവിടെ മുട്ട ആഡ് ചെയ്യാം. 2 ഇഡ്ഡലിയും മുട്ടയും കുറച്ച് പച്ചക്കറിയോ എന്തെങ്കിലും സലാഡോ കഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ പ്ലേറ്റ് അതേപോലെ വിശപ്പ് കുറയുകയും ചെയ്യും. നമ്മൾ കാര്യമായിട്ടൊന്നും മാറ്റുന്നില്ല, പ്രോട്ടീൻ കിട്ടി. മുട്ട പ്രോട്ടീനാണ്. നമ്മൾ അത്രയും കഴിച്ചുകൊണ്ടിരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്, അന്നജം മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഒരാള് ചട്നിയും ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ്, ചട്നിയിൽ കുറച്ച് ഫാറ്റ് തന്നെ ഉള്ളൂ. അവിടെ നമ്മൾ മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്തു, ഒരു മുട്ട ആഡ് ചെയ്ത്, പരിപ്പ് കറിയോ കടലക്കറിയോ കുറച്ച് ആഡ് ചെയ്ത് കുറച്ചൊരു പ്രോട്ടീൻ കിട്ടി. ഇങ്ങനെ ഒരു ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ് ഡയറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ എക്സസൈസിന്റെ ഡയറ്റ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ, ഉച്ചക്ക് ചോറ് ഒരുപാട് കഴിക്കുന്ന ഒരാളാണ്, ചോറ് മോരുകറി കഴിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ കുറച്ച് ഇങ്ങനെ ഇതിൽ കഴിക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാം, ചോറ് കുറച്ചെടുക്കുക. അപ്പൊ 3 തവി എടുക്കുന്ന ഒരാൾ 2 തവി ചോറ് എടുക്കുക, 1 തവി വെജിറ്റബിൾസ് എടുക്കുക. ചിക്കനോ മീനോ പോലത്തെ കാര്യങ്ങൾ, മുട്ട പോലത്തെ കുറച്ച് അധികം ആഡ് ചെയ്യാം. പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കണം, ഒരുപാട് ഓയിലൊന്നും ഇല്ലാണ്ട് കറി വെച്ചിട്ടൊക്കെ കഴിക്കാം. എന്നിട്ട് അത് കുറച്ച് പച്ചക്കറികൾ കുറച്ച് അധികം ആഡ് ചെയ്യാം. പിന്നെ യോഗട്ട് പോലത്തെ കുറച്ച് പ്രൊബയോട്ടിക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്ലേറ്റ് ആയി. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കുറച്ച് കുറയ്ക്കുക, ഒരുപാട് കുറയ്ക്കാൻ നിൽക്കരുത്. വളരെ കുറച്ച് കുറച്ചിട്ട് മെല്ലെ മെല്ലെ വേണം എന്ത് ചെയ്യാൻ, ഫാറ്റ് കുറച്ചുകൊണ്ട് വരാൻ. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടും വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത സാധനം പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടി നോക്കരുത്. അങ്ങനെ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന വലിയൊരു ഒരു 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 അന്യായമാണ്. കാരണം നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് സാധനമല്ല, വർഷങ്ങളായിട്ട് ഒരുപാട് കാലം എടുത്തിട്ടുണ്ടാക്കി സമ്പാദ്യമാണ് നമ്മുടെ ഈ വെയിറ്റ് ആണെങ്കിലും ഈ അമിതവണ്ണാണെങ്കിലും കുടവേറാണെങ്കിലും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മെല്ലെ മെല്ലെ കുറയുമ്പോൾ അത് മെല്ലെ വെയിറ്റ് കുറഞ്ഞോളൂ. അപ്പോൾ ആഴ്ചയിൽ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റിയ വെയിറ്റ് 1 കിലോ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു 3500 കലോറി മൊത്തത്തിൽ കുറവ് വരുമ്പോൾ 1 പൗണ്ട്, 1/2 കിലോ കുറവ്. അങ്ങനെയാണ് ഇതിന്റെ ഒരു സയൻസ്. അപ്പോൾ കൂടുതലായിട്ട് പറയുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ സംഗതികളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ചെയ്യാൻ പറ്റിയ കാര്യമാണിത്. ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഒബീസിറ്റി ആണെങ്കിലും ബെല്ലി ഫാറ്റിനാണെങ്കിൽ ചെയ്യേണ്ട ഡയറ്റിന്റെ ഒരു സിമ്പിൾ ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. പ്രൊഫഷണൽ ആയിട്ടില്ല, അത് നമുക്ക് അതിനായിട്ട് രീതിയിൽ വേണമെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ പേഴ്സണൽ ആയിട്ട് ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അർത്ഥം. പിന്നെ ഇപ്പം ന്യൂട്രീഷനെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വൈറ്റ് റൈസ് ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് പകരം ബ്രൗൺ റൈസോ അല്ലെങ്കിൽ മട്ട പോലത്തെ നാരടങ്ങിയ ഭക്ഷണങ്ങൾ, ഫുൾ ഗോതമ്പ്, അതുപോലെ ഓട്സ്, പാസ്ത, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ നല്ല നല്ല കാർബോഹൈഡ്രേറ്റ് ആണ്, നല്ല ഭക്ഷണങ്ങളാണ്. അപ്പൊ അതില് മധുരം, പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കുക. ജ്യൂസ്, അങ്ങനത്തെ ജ്യൂസ് അല്ല, പ്രോസസ്ഡ് ജ്യൂസ്.
പ്യൂർ ജ്യൂസ് അല്ല, അതൊക്കെ കംപ്ലീറ്റ് കുറച്ചിട്ട് ഇങ്ങനത്തെ നല്ല ബോളായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എടുക്കാം. നമ്മള് മൊത്തത്തിൽ 40-60% വരെ നമ്മുടെ കലോറിയുടെ അത്ര എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപാട് കാർബ്സ് കുറയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും. പിന്നെ അതുപോലെ തന്നെ ഫൈബേഴ്സ്, പച്ചക്കറികള്, ചെറിയ മധുരം കുറഞ്ഞ പഴങ്ങളൊക്കെ നമ്മുടെ ഡെയിലി ഇൻടേക്കിൽ ഉൾപ്പെടുത്തുക. പിന്നെ പെട്ടെന്ന് നമ്മൾ ഒരുപാട് പല ആൾക്കാരും പെട്ടെന്ന് ആദ്യം ചെയ്യുക പിന്നെ ഡയബറ്റീസ് വന്നാലോ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനോ തടി കുറയ്ക്കാനോ ഒക്കെ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ആണ് കുറയ്ക്കും. ആദ്യം തന്നെ രാവിലെ 2 മുട്ട മാത്രമാക്കി ഉച്ചക്ക് ചിലപ്പം ഒരു ചിക്കനോ കഴിച്ചിട്ടൊക്കെ പരിപാടി തുടങ്ങും. അതൊക്കെ ശരിക്കും അൺഹെൽത്തി ആയിട്ടുള്ള അപ്രോച്ചാണ്. കാരണം വെയിറ്റ് നമ്മൾ കുറഞ്ഞാൽ പോലും അത് നമ്മുടെ വാട്ടർ ലോസ്, നമ്മുടെ ശരീരത്തിന് ഒരുപാട് വെള്ളം നഷ്ടപ്പെടുന്ന കാര്യങ്ങളുടെ വെയിറ്റ് കുറവായിരിക്കും ഉണ്ടായിരിക്കാം. അതൊന്നും ശരിക്കും നമുക്ക് നല്ല അപ്രോച്ച് അല്ല. ഞാൻ പറഞ്ഞ പോലെ വളരെ കുറച്ച് മാത്രം കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മെല്ലെ കുറച്ച് കൊണ്ടുവരാം, മെല്ലെ ചെയ്യാം. കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് ഉണ്ടാക്കിയ ഒരു സമ്പാദ്യമല്ലേ, മെല്ലെ തന്നെ ചെയ്യണം എന്നർത്ഥം. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് എന്ത് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ പറഞ്ഞാൽ ചിക്കന്, എഗ്സ്, പിന്നെ മീന്, ഇറച്ചി, ഇപ്പൊ കൊഴുപ്പ് കുറഞ്ഞ ഇറച്ചി, ഇപ്പൊ വെജിറ്റബിൾസ് ആണെങ്കിൽ പനീർ, സോയ ഒക്കെ നല്ല പ്രോട്ടീൻസാണ്. അതുപോലെ പരിപ്പ് വർഗ്ഗങ്ങൾ, കടലവർഗ്ഗങ്ങൾ, ഈ ചെറുപയർ, ഇതൊക്കെ പ്രോട്ടീന്റെ സോഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ രാവിലെ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ദോശയും ചട്നി കഴിക്കുന്ന ഒരാളാണെങ്കിൽ ദോശ, 2 ദോശ, ഇച്ചിരി ഈ ചെറുപയറോ കടലക്കറിയോ, ഇപ്പൊ സാമ്പാറാണെങ്കിലും കൂടുതൽ പരിപ്പിട്ട സാമ്പാറും നല്ല നല്ല സാധനമാണ്. അതിന്റെ കൂടെ ഒരു മുട്ട ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആയി, നല്ല നല്ല ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡായി. ഇപ്പൊ നല്ല ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഏറ്റവും വലിയ വിഷയം അതാണ്, നമ്മൾ കഴിക്കുന്ന ഫാറ്റ് നല്ല ഫാറ്റ് അല്ലാത്തതാണ്. നമ്മൾ ഈ വെജിറ്റബിൾസ് ഓയിലൊക്കെ ഒരുപാട് കഴിക്കുന്നത് കൊണ്ടാണ് വലിയ പ്രശ്നങ്ങൾ വരുന്നത്. നല്ല ഫാറ്റ് കഴിക്കാം. ഒലിവ് ഓയിൽ, നട്ട്സ്, ഇതൊക്കെയാണ് നല്ല ഫാറ്റ് എന്ന് പറയുന്നത്. അവക്കാഡോ, പിന്നെ ഈ നമ്മുടെ സൺ സീഡ്സ് ഒക്കെ ഇല്ലേ കുറച്ച്, ഇതൊക്കെ നല്ല ഫാറ്റിൽ വരുന്ന നമുക്ക് ഇടയ്ക്കായിട്ട് എടുക്കാൻ പറ്റിയ സാധനങ്ങളാണ്. പിന്നെ എക്സസൈസ്, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എക്സസൈസ്, നമ്മൾ ചെയ്യുന്ന എക്സസൈസ് 3 തരമാണ്. ഒന്ന് കാർഡിയോ എക്സസൈസ്, രണ്ടാമത്തത് ജിമ്മിൽ പോയി ചെയ്യുന്ന വെയിറ്റ് ട്രെയിനിങ്, 3 സ്ട്രെച്ച്. അപ്പൊ ഈ കാർഡിയോ എക്സസൈസ് ചെയ്യുന്നത് നമ്മൾ ഹാർട്ടിന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ ബിപിന്റെ ആൾക്കാരെ പറഞ്ഞിട്ടില്ലേ, ആഴ്ചയിൽ 150 മിനിറ്റ് കാർഡിയോ എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യണം നമ്മൾ. അപ്പോൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് മസിലുകൾക്ക് വേണ്ടിയിട്ടാണ്, പേശികൾക്ക് വേണ്ടിയിട്ടാണ്. സ്ട്രെച്ച് ചെയ്യുന്നത് നമ്മുടെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മസിൽ സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഉൾപ്പെട്ട ഒരു പ്രോഗ്രാമാണ്, എക്സസൈസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു സാധനം മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ കാർഡിയോ എക്സസൈസ്, ഇപ്പം 3 എക്സസൈസുകൾ ഉണ്ട്. അതിൽ കാർഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സാധനം, ഒരു കോമ്പണന്റ് കാർഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ 150 മിനിറ്റ് കാർഡിയോ കിട്ടണം. അപ്പൊ അത് ഈ കാർഡിയോ കിട്ടാൻ വേണ്ടി നമുക്ക് ആഴ്ചയിൽ അരമണിക്കൂർ കാർഡിയോ ഒക്കെ മാറ്റി വെക്കുക ദിവസം. ബാക്കി അരമണിക്കൂറോ 3/4 മണിക്കൂറോ നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം എന്ന രീതിയിലോട്ട് എക്സസൈസ് മാറ്റാം. ഇപ്പോൾ ജോഗിങ്, സ്വിമ്മിങ്, സൈക്ലിങ്, ട്രെഡ്മില്ല്, ഡാൻസ് ഒക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ കാർഡിയോ ആണ് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഹാർട്ട് ബീറ്റ് കൂടി ആ ഒരു നമ്മുടെ ലങ്സ് ഒക്കെ അടങ്ങിയ സിസ്റ്റം വളരെ ഫങ്ഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ്. ആഴ്ചയിൽ 3 മുതൽ 5 ദിവസം വരെ 20 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ കാർഡിയോ ചെയ്യാൻ പറ്റും. ഇനി ഒരുപാട് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടം പോലത്തെ സാധനമൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ 75-80 മിനിറ്റ് തന്നെ ധാരാളം. ഓടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, നല്ല സ്പീഡിൽ ഓടുന്ന ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം നന്നായിട്ട് അരമണിക്കൂർ ചോടി കഴിഞ്ഞാൽ ഓക്കെയാണ്, കാർഡിയോ ഫുൾഫില്ലായി. ഇത് ഈ സാധനങ്ങൾ നമുക്ക് കാർഡിയോ എക്സസൈസ് നമ്മൾ ഒരു പാർട്ടായിട്ട് തന്നെ ചെയ്യണം. അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സെപ്പറേറ്റ് ആയിട്ട് തന്നെ എത്ര വെയിറ്റ് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ കാർഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഹാർട്ടിന് വേണ്ടി ചെയ്യൽ നിർബന്ധമാണ്. അത് ചെയ്യാത്തതിനെ കൊണ്ടൊക്കെയാണ് പല വിഷയങ്ങളും ഇപ്പോൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. പിന്നെ പേശികൾ സ്ട്രെങ്തൻ ചെയ്യാനുള്ള വെയിറ്റ് ട്രെയിനിങ്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞില്ല, ഒന്ന് മെറ്റബോളിസം കൂട്ടാണ്, മസിൽ സ്ട്രെങ്തൻ കൂട്ടാണ്. നമ്മളുടെ ശരീരത്തിന്റെ ഫുൾ ജോയിന്റും ഈ ജിമ്മിൽ പോയിട്ട് മസിൽ ഉണ്ടാക്കാൻ, അതെല്ലാം വെയിറ്റ് ട്രെയിനിങ്ങിന്റെ പ്രധാന ഉദ്ദേശം. നമ്മളൊന്ന് അനങ്ങണമെങ്കിൽ 10-200 മസിൽ വർക്ക് ചെയ്യണം. ഒരു കൈ പൊക്കണമെങ്കിൽ ഒരുപാട് മസിൽ ഇവിടെയൊക്കെ വർക്ക് ചെയ്യണം. ഇതൊക്കെ മസിലുകളാണ്. ഇത് മാത്രമല്ല, ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മസിലുകളുണ്ട്. ഇതൊക്കെ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്ട്രെങ്തൻ ചെയ്യണം നമ്മൾ. അപ്പൊ അതിനാണ് നമ്മൾ ശരിക്കും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത്, എക്സസൈസ് ചെയ്യുന്നത്. ജിമ്മിൽ പോയിട്ടോ വീട്ടിൽ നിന്നിട്ടോ ഒക്കെ ചെയ്യാനുള്ള കാരണം, സ്ക്വാട്ട്, പുഷപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വീക്കാവും, മസിലുകൾക്ക് വീക്കാവും. ഇത് നമ്മളൊക്കെ വിചാരിക്കുന്ന മാതിരി മസിൽ ഉണ്ടാക്കാൻ ജിമ്മിൽ പോയിട്ട് ഒരുപാട് ബോഡി ബിൽഡിംഗ് ചെയ്യാന്നുള്ളതൊന്നുമല്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രായം കൂടുന്നതിനനുസരിച്ച് മസിൽ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നിർബന്ധമാണ്. അതുപോലെ മസിൽ ബിൽഡ് ചെയ്യൽ നിർബന്ധമാണ്. നമ്മുടെ എൻഡുറൻസ് കൂട്ടൽ നിർബന്ധമാണ്. ഇതിനൊക്കെയാണ് ഈ വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ്, ജിം എന്നൊക്കെ പറയുന്നത്. പിന്നെ സ്ട്രെച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതേപോലെ
നമ്മുടെ മസിൽ സ്റ്റിഫ്നെസ്. ഇപ്പം മിക്ക ബാക്ക് പെയിന്, കഴുത്ത് വേദനയൊക്കെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് മസിൽ സ്റ്റിഫ്നെസ് ആണ്. നമ്മൾ ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഈ കഴുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഇവിടുത്തെ മസിൽ സ്റ്റിഫ് ആവും, അതുപോലെ ബാക്ക് മസിൽ സ്റ്റിഫ് ആവും. ഇതൊക്കെ ബാക്ക് പെയിനും കഴുത്ത് വേദനയ്ക്ക് പ്രധാന കാരണം. ഇപ്പൊ സിറ്റിംഗ് ജോബിൽ, IT ജോബൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇരുന്നിട്ട് തന്നെ ജോലി കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കഴുത്ത് വേദന, ബാക്ക് പെയിൻ ഒക്കെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ മസിൽ സ്റ്റിഫ്നെസ് ആണ്. അത് പ്രോപ്പറായിട്ട് മസിൽ എന്ത് ചെയ്യണം, സ്ട്രെച്ച് ചെയ്യണം. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ദിവസവും, അല്ല 5-10 മിനിറ്റ് ദിവസം ചെയ്താൽ തന്നെ ധാരാളം. പിന്നെ നേരത്തെ പറഞ്ഞു നമ്മൾ എക്സസൈസിനെ കുറിച്ച്. വയറിന് എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല, അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. പിന്നെ ആവശ്യമില്ലാണ്ട് പോയിട്ട് ഡയറ്റ് മാത്രം എടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഒന്നും പോകരുത്. രണ്ടും കൂടെ കോംപ്രഹെൻസീവ് ആയിട്ട് ആവശ്യമുള്ള രീതിയിൽ ചെയ്യാം. ഒരുപാട് കാർബോസ് കുറയ്ക്കരുത്, ഒരുപാട് ഫുഡ് ഇല്ലാണ്ട് അവസ്ഥ ഉണ്ടാവരുത്. എക്സസൈസ് മാത്രം ചെയ്യരുത്, എല്ലാം ആവശ്യത്തിന് മാത്രം ചെയ്യുക. എല്ലാം കൂടെ അടങ്ങിയ ഒരു സാധനമായിരിക്കണം നമ്മൾ. കാർഡിയോ മാത്രം ചെയ്യരുത്, വെയിറ്റ് ട്രെയിൻ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. എല്ലാത്തിനും ഓരോ ഉദ്ദേശങ്ങളുണ്ട്. കാർഡിയോ പറഞ്ഞ ഹാർട്ടിനാണ്, വെയിറ്റ് ട്രെയിൻ മസിലിനാണ്, സ്ട്രെച്ച് ചെയ്യുന്നത് ഫ്ലെക്സിബിലിറ്റിക്കാണ്. ഇതെല്ലാം വേണം. ചില ആൾക്കാർ യോഗ മാത്രം ചെയ്യാം. യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ വരുന്നത് ഈ ഫ്ലെക്സിബിലിറ്റി സ്ട്രെച്ചസും കുറച്ച് സ്ട്രെങ്തനിങ്ങും ആണ്. പക്ഷെ അത് ചെയ്യുന്ന കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, മസിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള വർക്കൗട്ട് വേറെ ചെയ്യണം, കാർഡിയോ ഹാർട്ടിന് വേറെ ചെയ്യണം. എല്ലാം കൂടെ അടങ്ങിയ ഒരു സാധനമാണ് എപ്പോഴും നമുക്ക് വേണ്ടതെന്ന് അർത്ഥം. ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസും ഡയറ്റും അടങ്ങിയ നല്ലൊരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, നേരത്തെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലത്തെ ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ഭക്ഷണം ഇപ്പോൾ ന്യൂട്രീഷ്യസ് ആക്കി മാറ്റുക. എന്തെങ്കിലും കഴിക്കാതെ ഒരു സാധനം മാത്രം കഴിക്കാണ്ട് എല്ലാം കൂടെ കിട്ടുന്ന രീതിയിൽ, ഇപ്പോൾ പ്രോട്ടീനും കാർബ്സും എല്ലാം ആവശ്യത്തിന് കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഡയറ്റ് മാറ്റുക. എക്സസൈസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരിക. ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം പ്രശ്നങ്ങൾ, ജീവിതശൈലി രോഗങ്ങളായിക്കോട്ടെ, സെഡൻറ്ററി ലൈഫ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശരിയാക്കി എടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ ഓയിലും മധുരമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. പിന്നെ കാരണം ഷുഗർ നമ്മൾ ഈ മധുരം ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ ഒരുപാട് കലോറി നമുക്ക് ശരീരത്തിന് കുറയ്ക്കാൻ പറ്റും. പിന്നെ എക്സസൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് ഓടിച്ചാൽ പോയത്, നമുക്ക് ഒരുപാട് സമയത്ത് വേണ്ട വിഷയമാണ്. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, ഇപ്പം ഒരുപാട് സമയം അതിനെ കൊണ്ട് വരായില്ലേ, അതുകൊണ്ടാണ് ലാസ്റ്റ് കുറച്ച് ഓടിച്ചാണ് പോയത്. അപ്പം എന്തെങ്കിലും ബന്ധപ്പെട്ട സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ചോദിക്കാം. ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചോ എക്സസൈസിനെ കുറിച്ചോ ഒക്കെ. ഹായ്, ഈ ബെല്ലി ഫാറ്റ് ഇല്ലാത്തവരും കുഴഞ്ഞു വീണൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാ? അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, സെഡൻറ്ററി ലൈഫാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആക്റ്റീവ് അല്ല. നമ്മൾ ആദ്യം തുടങ്ങിയത് അത് വെച്ചിട്ടാണ്. നമ്മൾ ആദ്യം തുടങ്ങിയ വിഷയം തന്നെ ഇതായിരുന്നു. നമ്മൾ ആരും ആക്റ്റീവ് അല്ല. നമ്മൾ പണ്ടത്തെ പോലെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നടക്കണമെങ്കിൽ പോലും നമ്മൾ വണ്ടി എടുത്തിട്ടാണ് പോകണം, സ്കൂട്ടർ എടുത്തിട്ടാണ് പോകണം. ഞാനും അങ്ങനെ തന്നെ. അപ്പോ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ കുറച്ച് സമയം നമ്മുടെ ശരീരം അനങ്ങാനും ഈ ഹാർട്ട് വർക്ക് ചെയ്യാനും നമ്മുടെ മസിൽ വർക്ക് ചെയ്യാനൊക്കെ മാറ്റി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഇതൊന്നും കണ്ടീഷൻ ആയിട്ടുള്ള അവസ്ഥ ആയിരിക്കില്ല. അപ്പൊ അത് പെട്ടെന്ന് ഒരു സാധനം, പെട്ടെന്ന് എന്തൊരു ഷോക്ക് എന്തിലായിക്കോട്ടെ, അത് ഇനി എന്തും ഒരു നമ്മളെ ആ ഒരു ഹാർട്ട് സ്ട്രോങ് അല്ലാത്ത അവസ്ഥയിൽ പെട്ടെന്ന് നമുക്ക് അതിന് പ്രഷർ കൂടിയൊരു അവസ്ഥ, അല്ലെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ കൂടിയ അവസ്ഥ, അല്ലെങ്കിൽ പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഹാർട്ടിന് താങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, ഹാർട്ട് അത് ചെയ്യുന്നില്ല. നമ്മളെ വണ്ടി കുറെ കാലം നിർത്തിയിട്ട് വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാക്കുമ്പോൾ സ്റ്റാർട്ട് ആവില്ല. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പല രീതിയിൽ നമ്മളിങ്ങനെ ഓയിലൊക്കെ ഇട്ട് കൊണ്ടെടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിന് പ്രശ്നം ഉണ്ടാവില്ല. അതേ അവസ്ഥയാണ് കൂടുതലും. പിന്നെ ഇത് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഹാർട്ടിന് ചെക്കപ്പ് നടത്തുക. ഒരു പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഹാർട്ടിന് ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. ആ ഹൃദ്രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥയല്ല, നമ്മൾ പ്രത്യേകം നോക്കേണ്ട ഒരു കാര്യമാണ്. അതിന്റെ കാര്യങ്ങൾ അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ഒരു വയസ്സൊക്കെ കഴിഞ്ഞാൽ 40 വയസ്സൊക്കെ ആകുമ്പോൾ വഴക്കൊക്കെ നോക്കുക, അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക. ഇങ്ങനത്തെ ഒരു തിരിച്ചറിയാൻ പറ്റാത്ത ഹൃദ്രോഗങ്ങളാണ് ഇതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ. എന്താണ്, അങ്ങനത്തെ ഒരാൾക്കാർക്ക് പെട്ടെന്ന് ഷോക്ക് പോലത്തെ എന്തെങ്കിലും വിഷയം, ടെൻഷൻ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടെ അവസ്ഥ വന്നു കഴിഞ്ഞാലൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് വരിക. പിന്നെ നമ്മൾ അറിയപ്പെടാത്ത അസുഖങ്ങൾ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളത് വേണ്ട തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെന്റ് എടുക്കണം. പിന്നെ സർ, ഈ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ, കേൾക്കാം. ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണെങ്കിലും വളരെ ആഴത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ്സിന് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. കൺഗ്രാജുലേഷൻസ്.
സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, ഈ ഇപ്പം BP അങ്ങനെ തുടങ്ങിയതൊക്കെ നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും നിർത്താൻ പറ്റൂല, അല്ലെങ്കിൽ നിർത്തരുത് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടേ. ആ അതിന്റെ ഒരു ആ എന്താണ്, നമ്മൾ പിന്നെ exercise ചെയ്താൽ നമുക്കത് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ അത് ഞാൻ നേരത്തെ പറയണ്ടായിരുന്നു. നമ്മള് ഇത് മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരാൾക്കാണ് ഇത് മാറ്റാൻ പറ്റുന്ന അവസ്ഥ ഉണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ പ്രീ ഡയബറ്റിക്, പ്രീ ഹൈപ്പർ ടെൻഷൻ. അതായത് ഈ രണ്ട് സാധനം തുടങ്ങുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് കുറച്ച് കാലത്തേക്ക് നമ്മുടെ ഡയബറ്റിക് ഒരാളാണെങ്കിൽ അയാളുടെ HbA1c ഒരു 6 മുതൽ കണ്ടിട്ടില്ലേ, പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും നോർമൽ വാല്യൂല്. അതുപോലെ ഒരു 110 ഷുഗർ 110 115 കറങ്ങിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ പ്രീ ഡയബറ്റിക് ആണ്. നമുക്കുള്ള വാർണിംഗ് ആണ്. നിങ്ങൾ ചെയ്യാനായി നിങ്ങളുടെ ആ സമയത്ത് ഇപ്പം BP ആണെങ്കിൽ 130 140 90 140 താഴെയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ പ്രീ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ഈ അവസ്ഥയിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് മരുന്നൊന്നും വേണ്ട. ആ സമയത്ത് നമ്മളുടെ ജീവിതശൈലി കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണത്. ഈ ഒരു സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് എക്സസൈസും ഡയറ്റും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് പഴയ പോലെ കൺട്രോൾ ചെയ്ത് ഒരുപാട് കാലം മരുന്നില്ലാണ്ട് കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ വൺസ് ഇത് നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നല്ല, മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ആളുടെ എല്ലാം കൂടുതൽ നമ്മളെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതുവരെ ഡോക്ടർ പെട്ടെന്ന് മരുന്ന് കൊടുക്കുന്നില്ല. സാധാരണ ഇതിന്റെ എക്സ്പെർട്സ് ഒക്കെ കഴിഞ്ഞ പരമാവധി ഇത് അല്ലാണ്ട് രീതിയിലൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും നോക്കിയിട്ട് ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, ഇത് മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ വരിക. മരുന്ന് സ്റ്റാർട്ട് ചെയ്ത കാരണം കൊണ്ട് നമുക്ക് ഇത് പിന്നീട് ഒരുപാട് കഴിക്കണം എന്നല്ല. ഷുഗർ ഈ പറഞ്ഞ എക്സസൈസും ഡയറ്റും ഒക്കെ എടുത്തിട്ട് കൺട്രോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഡോസ് കുറച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവര് ആ രീതിയിൽ തുടക്കത്തിൽ പെട്ടെന്നെല്ലാം ചെയ്യാൻ പറ്റുന്ന പ്രീ അവസ്ഥയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റും. പക്ഷേ കുറെ വർഷങ്ങളോളം ഇത് മരുന്നും കഴിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കുറയ്ക്കണം എന്ന് പറഞ്ഞ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലോ പ്രയാസമായിരിക്കും. കാരണം ഓൾറെഡി ബോഡി നമുക്കുള്ള വാർണിംഗും സിഗ്നലും ഒക്കെ നമ്മൾ ഇത് നോക്കാണ്ട് പോയിട്ട് ഒരു കാരണമാണ്. അന്നേരം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, മരുന്ന് ഡോസ് കുറയ്ക്കാൻ പറ്റും നമുക്ക്. ഇപ്പം ഒരാളിപ്പം 1000 എടുക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ നമ്മുടെ ഈ മെറ്റ്ഫോമിൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പ്രോപ്പറായിട്ട് എക്സസൈസും ഡയറ്റ് എടുക്കുന്ന 1000 നമുക്ക് 500 ആക്കാം. പിന്നെ നമുക്ക് 2 നേരം കഴിക്കുന്ന 1 നേരം കഴിക്കാൻ പറ്റും. അങ്ങനെ കുറെ കാലം, അത് വർഷങ്ങൾ എടുത്തൊരു സംഗതിയാണ് കേട്ടോ. മസിൽ മാസ് വന്ന് എനർജി കൂടി ഷുഗർ ഒക്കെ ഓക്കെ ആയി വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വരുത്താൻ പറ്റും. പെട്ടെന്ന് നിർത്താനോ ഒന്നും പാടില്ല. അത് ഒരിക്കലും നമുക്ക് എക്സസൈസ് ചെയ്തിട്ടോ ഡയറ്റ് എടുത്തിട്ടോ ഒന്നും എന്ത് ചെയ്യരുത്, മരുന്ന് ഒഴിവാക്കരുത്. പകരം മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ മരുന്ന് നിർത്തേണ്ട ഒരു സംഭവം നമ്മൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഓൾറെഡി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഓൾറെഡി നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞു. പ്രീ ഡയബറ്റിക്, പ്രീ ഹൈപ്പർ ടെൻഷനിലൊക്കെ നമുക്ക് മരുന്നില്ലാണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ചെയ്യാത്തതിനെ കൊണ്ട് നമുക്ക് കുറച്ച് കാലം ചെയ്യേണ്ടി വരും, മരുന്ന് വെക്കേണ്ടി വരും. പിന്നെ സാർ, ഒരു ഡയബറ്റിക് ആയ ആള് രാവിലത്തെ ഫുഡ് ഭക്ഷണം എങ്ങനെ കഴിക്കും? ഒരു മെനു സാർ പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡയബറ്റിക് ഒരാളാണെങ്കിൽ ഒരിക്കലും ഭക്ഷണം ഒരുപാട് കാപ്സ് കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം സാധാരണ എല്ലാവരും എന്ത് ചെയ്യുന്ന വെച്ചാൽ അരി മുക്കട് ഒഴിവാക്കിയിട്ട് ഒരുപാട് അതൊക്കെ ഡയബറ്റിക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയബറ്റിക് ഫുഡ് എടുക്കുമ്പോഴാണ് അയാൾ ഡയബറ്റിക് ആവുക. അതായത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം എടുക്കുന്ന സമയത്താണ് അത് അയാൾ ഡയബറ്റിക് ആണോ ഇല്ല എന്നുള്ളതിന്റെ ശരീരത്തിന്റെ അവസ്ഥ വരുള്ളൂ. അത് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകിച്ച് ഷുഗർ ഇല്ലാത്ത ഫുഡ് കഴിക്കുകയാണെങ്കിൽ പിന്നെ അയാൾ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഡയബറ്റിക് ആണോ ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ മോഡറേറ്റ് അളവിൽ കാപ്സ് കഴിക്കണം എന്നുള്ളതാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള കാപ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഈ വെറും ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ അരിപ്പൊടി ഒക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം അതിലോട് കുറച്ച് ഗോതമ്പ് വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ റാഗി, റവ അതൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ വെച്ചുമ്പോൾ അത് ഒന്ന് കോംപ്ലക്സ് കാപ്സ് ആവും, അതിന്റെ ഷുഗർ കുറച്ച് കുറയും. അത് അങ്ങനെ നമുക്കിപ്പം ഒരു 2 ദോശ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ 1-2 മുട്ട കഴിക്കാം, കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഈ ഇൻസുലിൻ അല്ല സോറി ഗ്ലൈസമിക് ലോഡ്, ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയും. ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞത് നമ്മളൊരു ഫുഡ് കഴിച്ച് കാർബോഹൈഡ്രേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അത് എത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ആയിട്ട് അതിന്റെ ഷുഗർ ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുന്നതിന്റെ ഒരു ഇതാണ് GI എന്ന് പറയുന്നത്. അപ്പൊ അത് കുറഞ്ഞ ഭക്ഷണം നമ്മൾക്ക് കൂടുതൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. രാവിലെ ആണ് ഇപ്പോൾ ഇഡ്ഡലി കഴിക്കാം, ദോശ കഴിക്കാം, ഈ റാഗി റവ ഒക്കെ അടങ്ങിയ പുട്ട് പോലത്തെ കഴിക്കാം, ധാന്യങ്ങൾ അടങ്ങിയിട്ടില്ല മില്ലറ്റ്സ് പോലത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു നല്ലൊരു കോംബോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലക്സ് ആയി ഉച്ചത്തെ മട്ട പോലത്തെ ബ്രൗൺ റൈസ്, മട്ട അരിയൊക്കെ കുറച്ചെടുക്കാം, ഒരുപാട് വെജിറ്റബിൾസ് എടുക്കാം, ചിക്കന്, മീന്, മുട്ട പോലത്തെ പ്രോട്ടീൻ സോഴ്സ് ആഡ് ചെയ്യാം, സോയ പോലത്തെ പ്രോട്ടീൻ സോഴ്സ് ആഡ് ചെയ്യാം. ഇത് രാത്രിയിൽ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് പോലത്തെ കഴിക്കാം.
നട്സ് ഇടയ്ക്ക് കഴിക്കാം. ഇതൊക്കെയാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഇത് എന്ത് ചെയ്യും. പിന്നെ മോറോവർ എക്സസൈസ്, വെയിറ്റ് ട്രെയിനിങ് വളരെ നിർബന്ധമാണ്. വെയിറ്റ് ട്രെയിനിങ് എന്ന് വെച്ചാൽ എന്തെങ്കിലും എക്സസൈസ് അല്ല, മസിൽ ബിൽഡ് ചെയ്യാനുള്ള എക്സസൈസ്, മസിൽ പ്രിവെന്റ് ചെയ്യാനുള്ള, മസിൽ ലോസ് കുറയ്ക്കാനുള്ള എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ജിമ്മ് പോവാൻ മറ്റുള്ളവരൊക്കെ ഉണ്ടാവും. ആ അപ്പൊ അവർക്ക് വേണ്ടി സാറ് ഓൺലൈൻ ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നുണ്ടോ? ജിമ്മില് ഞാനിവിടെ ഇതുപോലെ തന്നെ ഇവിടെ സംശയമുള്ള ആൾക്കാരൊക്കെ ഞാൻ വീക്കർ മെഡിക്കൽസിൽ ഉണ്ടാവും എനിക്ക് വൈകിട്ട്. പിന്നെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ എൻ്റെ ഓരോ ക്ലയൻസ് ഒക്കെ ഇതിലുണ്ട്. പിന്നെ നമുക്ക് ലൈവായിട്ടുള്ള സെഷൻസ് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ജിമ്മിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ആയിട്ട്. അപ്പം അത് എക്സസൈസ് ഇത് തന്നെ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യിക്കുക, അതെങ്ങനെ കൺട്രോൾ ചെയ്യുക, വേണ്ട രീതിയിൽ പിന്നെ ഭക്ഷണ ക്രമീകരണങ്ങളും അതുപോലെ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്രോഗ്രാമൊക്കെ ഡിസൈൻ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ വീക്കർ മെഡിക്കൽസ് പൊറ്റമ്പലുണ്ട്. അവിടെ എല്ലാ ദിവസവും എനിക്ക് കൺസൾട്ടേഷൻ ഉണ്ട്. വൈകിട്ട് 4 മുതൽ 6 വരെ, 4 മണിന് ശേഷം അവിടെ കാണും ഏകദേശം വൈകുന്നേരം വരെ. അപ്പോൾ ആ സമയത്ത് അവിടെ വരാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുമായി എന്ത് ഡയറ്റും എക്സസൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഞാൻ അവൈലബിൾ ആണ്. വൈൻഡപ്പ് തന്നെ നമുക്ക്